ഒരു പ്രാരംഭ സമയം മുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ഒരു അഭിഷേകം ഇന്ന് ഈ ഹോളിൽ ചലിച്ചു തുടങ്ങുവാൻ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ആ കർത്താവിൻ്റെ വിടുതൽ അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അതരം തുറന്ന് എൻ്റെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഈ മാവേലിക്കരയുടെ പ്രദേശത്ത് ഇങ്ങനൊരു മീറ്റിംഗ് എൻ്റെ കർത്താവ് നമുക്ക് നൽകി തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് എൻ്റെ കർത്താവിന് അല്പസമയം എൻ്റെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്നിവിടെ കടന്നു വരുന്ന ഓരോ ജനവും വിടുവിക്കപ്പെടേണ്ടതിനായി, അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കേണ്ടതിനായി, നമ്മുടെ അഭിഷിക്തൻ വാഴമുട്ടം ഭാഷ കർത്താവ് അതിനു വേണ്ടി എടുത്തുപയോഗിക്കുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കേണ്ട. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട് സഹശുശ്രൂഷകന്മാർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെയും എൻ്റെ കർത്താവ് എടുത്തുപയോഗിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് ഈ ഹോളിനുള്ളിൽ വെളിപ്പെടുവാൻ, ഓരോ ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, അല്ലെങ്കിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ തക്ക സമയത്ത് കൂട്ടിവരുത്തേണ്ടതിനായി, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് അവരുടെ യാത്രകളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മുൻപേ പോരുവാൻ, അത് നമ്മൾ കടന്നു വരുന്നതിന് മുൻപ് അവരുടെ സാന്നിധ്യം ഈ ഹോളിൽ ഉണ്ടെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി എൻ്റെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്, അല്പസമയം കരങ്ങളെ ഉയർത്തി എൻ്റെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, അതരം തുറന്ന് അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ എൻ്റെ കർത്താവിനെ അല്പസമയം സ്തുതിച്ചു തുടങ്ങിയാട്ട്, ഈ ഹോളും പരിസരവും എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മീഡിയ പ്രവർത്തിക്കുന്ന തൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ, സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന തൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ, പാടുന്ന അത് തൻ്റെ ഓരോ ദേവദാസന്മാർ ദാസിമാരെയോ കർത്താവിൻ്റെ കൃപയിൽ നിർത്തുവാൻ, എൻ്റെ കർത്താവ് അവരെ എടുത്തുപയോഗിക്കുവാൻ, എൻ്റെ കർത്താവിൻ്റെ കട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതരം തുറന്ന് അല്പസമയം അന്യഭാഷയിൽ എൻ്റെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകണം, ഹല്ലേലൂയ, മുടന്തർ എഴുന്നേറ്റ് നടക്കണം, കുരുട്ട് കണ്ണുകൾ തുറക്കണം, ഹല്ലേലൂയ. മരിച്ച അവസ്ഥയിലായിരിക്കുന്ന തൻ്റെ ജനത്തെ എൻ്റെ കർത്താവിൻ്റെ കരം തൊട്ട് ഇന്ന് എഴുന്നേൽപ്പിക്കുന്ന പകലയായി മാറട്ടെ. അഭിഷേകത്തോടെ ഒന്ന് കർത്താവിൻ്റെ സന്നിധി ആത്മാർത്ഥതയോടെ ഒരേ ആത്മാവിൽ എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കരങ്ങൾ തട്ടാൻ കഴിയുന്നവർക്ക് കരങ്ങൾ തട്ടി എൻ്റെ കർത്താവിനെ അല്പസമയം പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവിനെ അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിയാട്ടെ. റിമാന ശഖമന റന്ധന റീബൽ പ്രൗഢിരികന ഘടക ശംധരെ റിയാന്ധു രഗന റന്ധന രഗത ഘടകശിയ, ഹല്ലേലൂയ. ആത്മഭാരത്തോടെ കടന്നു വന്നിരിക്കുന്ന തൻ്റെ ജനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. എത്രവേ ഇന്ന് കടന്നു വരുന്ന ഓരോ ജനവും ഇന്നിവിടെ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം വെച്ച് അവരെ വിടുവിക്കണം. ഹല്ലേലൂയ. അവരുടെ ഭവനങ്ങളിൽ അത്ഭുത പ്രവൃത്തി വെളിപ്പെടണം, തലമുറകളുടെ മേൽ അത്ഭുത പ്രവൃത്തി വെളിപ്പെടണം, ദേശത്തിൻ്റെ മേൽ അത്ഭുത പ്രവൃത്തി വെളിപ്പെടണം. ഓ റാബ ഖോറോലോ കോഷിയാന്ധര, ഇന്ന് ഈ കർത്താവ് നമ്മൾക്ക് വേണ്ടി ആരാധിക്കുവാൻ ഈ ഹോളിനെ കർത്താവ് വിട്ടുതന്ന തൻ്റെ കർത്താവ് ഇതിൻ്റെ സ്ഥാപനത്തിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഓരോ തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഡ്രൈവേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഈ ദേശത്ത് വിടുവിക്കപ്പെടേണ്ടതിനാൽ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്, നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു അത്ഭുത പ്രവൃത്തി ഈ ഹോളിനുള്ളിൽ തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ശക്തിയോടെ കരങ്ങൾ അടിച്ചെൻ്റെ കർത്താവിനെ അല്പസമയം സ്തോത്രം ചെയ്താട്ടാ. ഓ റിയാ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പാടുന്ന ഓരോ പാട്ട് ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ തൻ്റെ മക്കളെ എന്ന് പകൽക്കാലം എടുത്ത് ഉപയോഗിക്കണം കർത്താവേ. ഇവിടെ ആയിരിക്കുന്ന ഓരോ ഭവനങ്ങളും വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഓരോ ദൈവമക്കളും വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഹോളും നിറഞ്ഞ് കവിയട്ടെ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയാ.
Hallelujah. Hallelujah, 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 hallelujah. വായ് തുറന്ന കർത്താവിനെ അല്പസമയം അതിനെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഈ മീറ്റിങ്ങിന്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയോ എല്ലാ ശത്രുവിൻ്റെ പ്രവൃത്തികളെയോ ഇന്ന് പകൽക്കാല ഉടച്ച് കളയുന്ന ഒരു ദൈവശക്തി ഹോളിനുള്ളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദേശാധിപതി ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുക. തെക്ക് നിന്ന് ആത്മാക്കളെ കർത്താവ് വിട്ടുതരട്ടെ. പടിഞ്ഞാറ് നിന്ന് ആത്മാക്കളെ കർത്താവ് വിട്ടുതരട്ടെ. കിഴക്ക് നിന്ന് ആത്മാക്കളെ കർത്താവ് വിട്ടുതരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ എൻ്റെ കർത്താവിനെ അല്പസമയം ആരാധിക്കുവാൻ, എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ, എൻ്റെ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവേ, കടന്നു വന്ന ഓരോ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് അവർക്ക് ചെയ്തെടുക്കേണ്ടത് മുഴുവനോ എൻ്റെ കർത്താവ് ചെയ്തെടുക്കുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വർഷിപ്പ് അനുഗ്രഹമായി തീരണം. മീഡിയ പ്രവർത്തി തൻ്റെ മക്കളെ അനുഗ്രഹമായി തീരണം. അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന തൻ്റെ മക്കളെ അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ കർത്താവ് തൻ്റെ ജനത്തെ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇഹോളും പരിസരം തൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം കർത്താവേ ഹല്ലേലൂയ ഭാഷ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ എൻ്റെ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അഭിഷേകത്തോടെ തൻ്റെ അഭിഷേകത്തിൻ്റെ കർത്താവ് എടുത്തുപയോഗിക്കുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വർഷിപ്പ് ചെയ്യുന്ന ദാസന്മാരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കീബോർഡ് കൈകാര്യം ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പേരുപേരായി എല്ലാ തൻ്റെ ജനത്തെ ഞങ്ങൾ ഒരേ ആത്മാവിൽ ഒരേ സ്നേഹത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുക. കർത്താവ് തുടർന്നുള്ള ശുശ്രൂഷയെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമായി തീരുവാൻ പരിശുദ്ധാത്മാവും നിയന്ത്രിക്കുന്ന ആരാധനയായി വെളിപ്പെടുവാൻ എൻ്റെ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ. ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. കടന്നു വന്ന ഓരോ തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ദേശം വിടുവിക്കണോ. എല്ലാ നന്മകളും കർത്താവ് നടക്കണോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലമാനവും മഹത്വം യേശുവിനെ നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളെ ഉയർത്തി എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ദൈവത്തെ ആരാധിക്കാൻ പോവുക. ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി എൻ്റെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ ആരാധന, എൻ്റെ പാട്ട് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, ദൈവത്തിന് വിളങ്ങേണ്ടതിനായി. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദകരമായ ആരാധന വെളിപ്പെടണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്ന് ഹല്ലേലൂയ വർഷിപ്പ് ചെയ്യുവാൻ ദാസനെ കർത്താവിൻ്റെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. കരങ്ങൾ തട്ടിയുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഈ മാലിക്കരുടെ മുന്നിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നൽകുന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് ദൈവസ്നത്തിലായിരിക്കാം. ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മെ പൊതിയുവാൻ പരിശുദ്ധാത്മാവിടെയാക്കേണ്ടതിനായി നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ജീസസ് നെയിം, Lord Jesus. Hallelujah. Hallelujah. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഇടവരുത്തട്ടെ. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സൗഭാഗ്യത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹൃദയം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കർത്താവിനെ ഹൃദയം തുറന്ന് സ്തുതിക്കുമ്പോൾ സന്തോഷത്തോടെ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ആമേൻ. അല്ലെങ്കിൽ നാം ആരാധിക്കുന്നത് ദൈവത്തെയാണ്.
സത്യദൈവത്തെയാണ്, നിത്യജീവനായ ദൈവത്തെയാണ്. പാപികളായിരുന്ന നമ്മെ തൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത് തൻ്റെ മക്കളാക്കി മാറ്റി, തൻ്റെ സുധരാക്കി മാറ്റി, തൻ്റെ രാജ്യത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ മക്കളാക്കി മാറ്റിയ ആ വലിയ സ്നേഹത്തെ ഓർത്താൽ എത്രമാത്രം നമ്മൾ സ്തുതിക്കാതെയിരിക്കും, എങ്ങനെ നമുക്ക് ആരാധിക്കാൻ കഴിയാതെയിരിക്കും. അല്ല, നാം ആരാധിക്കും, നമ്മുടെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. പാപിയായ ഇരുന്നപ്പോൾ ശത്രുക്കൾ കാണുക നമുക്ക് വിരുന്നൊരുക്കിയൊരു കർത്താവ്, നമ്മുടെ തലയിൽ എണ്ണ തേപ്പിക്കുന്നൊരു വലിയവനാകുന്ന കർത്താവ്, ഹൃദയം തുറന്ന് അവനെ സ്തുതിക്കുവാൻ ദൈവം ഇടവരട്ടെ. ഒരിടത്തും താഴ്ന്നു പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കുകയില്ല, ഒരിടത്തും ഉടഞ്ഞു പോകുവാൻ കർത്താവ് നിന്നെ അനുവദിക്കുകയില്ല. എവിടെയായിരുന്നാലും കർത്താവ് നിന്നെ സഹായിക്കും, ആമേൻ, ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടാകും. ആത്മസാന്നിധ്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിനകത്ത് ആമേൻ കർത്താവിനെ പാടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തട്ടെ എന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ചെന്ന് പാടാമോ? നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അതുകൊണ്ട് ബലത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാവിയായിരുന്ന നമ്മെ തന്റെ പൈതലാക്കി മാറ്റിയ ഒരു വലിയ സ്നേഹം. ഓ, ആദാം അവിശ്വസ്തരായിരുന്നപ്പോൾ തന്നെ, ദൈവത്തിന് കൊള്ളാതെ തരുന്നവരായിരുന്ന തന്നെ അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് വിശ്വസ്തരെന്നെണ്ണി, വിശ്വസ്തരെന്നെണ്ണി, വിശ്വസ്തരെന്നെണ്ണി അവൻ തന്റെ സന്നിധിയിലാക്കി വെച്ച ആ സ്നേഹത്തെ ഓർത്ത് പാടാമോ? ഹല്ലേലൂയ. ആ തിരുസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ആ സാന്നിധ്യത്തിനകത്ത് തരുന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ച, തന്റെ പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പാപിയമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവനെ നീ വിശ്വസ്ത ദൈവമല്ലോ. പാപിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവനെ നീ വിശ്വസ്ത ദൈവമല്ലോ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ,
യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ശത്രുക്കൾ കാണെ എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവം, എന്റെ തലയെ പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, എന്റെ പാനപാത്രത്തെ നിറഞ്ഞ് കവിയിക്കുന്ന ഒരു ദൈവം, ഞാൻ ഒരിക്കലും താഴ്ന്നു പോകാതെ എന്നെ ഉയർത്തി നിർത്തുന്ന ഒരു കരം, ശത്രുവിന്റെ മുന്നിൽ ഇളഭ്യരാകാതെ, ശത്രുവിന്റെ മുന്നിൽ ലജ്ജിച്ച് തല താഴ്ത്താതെ തല ഉയർത്തി നിർത്തുവാൻ നമ്മെ ബലപ്പെടുത്തിയ ഒരു കരം, നമ്മെ ബലപ്പെടുത്തിയ ഒരു ശക്തി, ബലപ്പെടുത്തിയ നമ്മുടെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുള്ളതിനാൽ ആ തിരുസാന്നിധ്യത്തിനകത്താണ് ആയിരിക്കുന്നത്, ആ ദൈവ സാന്നിധ്യത്തിനകത്താണ് ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ, ശത്രുക്കൾ കാണുക എന്നെ വിരുന്നൊരുക്കുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, എനിക്ക് ഉത്സവം നൽകുന്ന ഒരു വലിയ കർത്താവ്, ആ കർത്താവിന്റെ തിരുസാന്നിധ്യത്തിൽ നിറച്ചുകൊണ്ട് ഹൃദയം തുറന്ന് പാടിയാട്ടെ. ശത്രുക്കൾ കാണുകയെന്നും വീരുന്നൊരു കീടുന്നോനേ, നിന്നഭിഷേകത്താലേ ശക്തരായി മാറ്റിടണേ. ശത്രുക്കൾ കാണുകയെന്നും വീരുന്നൊരു കീടുന്നോനേ, നിന്നഭിഷേകത്താലേ ഓ ശക്തരായി മാറ്റിടണേ. നീ നല്ലവനല്ലവർ ചേർന്ന്, നീ നല്ലവേ സർവനല്ലവേ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹൃദയം തുറന്ന്, നീ നല്ലവേ സർവവല്ലവേ, അങ്ങേ പോലൊരു ദൈവമില്ല. ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ലോർഡ് ഹല്ലേലൂയ മഹത്വവാനേ ഹല്ലേലൂയ വലിയവനാകുന്ന കർത്താവേ ഹല്ലേലൂയ. ദൈവദാസനെ സ്വീകരിച്ചാൽ ഈ രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ കടന്നു വരാൻ ആയുസ്സും ആരോഗ്യവും ബലവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവകൃപയും ഒക്കെ നൽകി തന്ന മഹാദൈവത്തിന് ഈ രാവിലെ സകല മഹത്വവും എല്ലാ പുകഴ്ചയും എല്ലാ ആരാധനയും അർപ്പിക്കുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് ഒരു മീറ്റിംഗ് ആരംഭിക്കുന്നത്. ഈ രാവിലത്തെ മീറ്റിങ്ങിന് കടന്നു വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം പറയുന്നു. ഏറെ നാളുകൾ ഈ വാത്സല്യ ദേശത്തെ പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, പ്രിയപ്പെട്ട ഫിലിപ്പച്ചാന കുടുംബം, ഏറെ നാളുകൾ ഈ ദേശത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ഇന്ന് ഇതുപോലെ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് ക്രമീകരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. കടന്നു വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ നിങ്ങൾ ആ ശബ്ദവും കരവും ഉയർത്തി ദൈവത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിങ്ങനെ രാവിലെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ഞങ്ങളുടെ ദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിങ് നടന്നു, പ്രിയപ്പെട്ട ജീച്ചാൻ്റെ വീട്ടിൽ. ഈ മാസത്തിൽ തന്നെ, അതായത് 2024 മൂന്നാമത്തെ ഹൗസ് വാമിംഗ് ആണ് ആ ഭവനത്തിൽ വെച്ച് നടന്നത്. 4ാമത്തെ ഹൗസ് വാമിങ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുകയാണ്. ദൈവം നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം സ്വന്തമായി വീടുകളും അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ വിധങ്ങൾക്ക്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് എല്ലാറ്റിനുമായി ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഭയങ്കര പിരിമുറുക്കത്തോടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞ്
നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. എല്ലാവരും ഇനി പേടിച്ചിരിക്കുക. ഇനി എന്നെ ഇവിടെ ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് വിടുതലുണ്ടാവും. വേറെ നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു വീട്ടിൽ പുതുതായിട്ട് അവർ ഒരു കുക്കർ വാങ്ങിച്ചു. അപ്പം ഇങ്ങനെ ഈ കുക്കറും മൺകലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മൺകലത്തിൻ്റെ പ്രത്യേകത, മൺകലം പതുക്കെ ചൂടായി വരത്തുള്ളൂ. 2-3 മണിക്കൂർ വേണം എല്ലാം ഒന്ന് സെറ്റായിട്ടൊക്കെ വരാൻ. പക്ഷേ കുക്കറിൻ്റെ പ്രത്യേകത 1/2 മണിക്കൂർ കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാവും. ആ നിലയിലാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. അപ്പം അങ്ങനെ കുക്കർ വന്നു. കുക്കറും മൺകലവും അടുത്തടുത്തിരിക്കുകയാണ്, ഗ്യാസ് ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുക്കർ ഇങ്ങനെ ചാടാൻ തുടങ്ങി. കുക്കറിൻ്റെ മണ്ടത്തെ വിസിലിങ്ങനെ ചാടാൻ തുടങ്ങി. അപ്പം മംഗലം പറഞ്ഞു, ഞാൻ 22 വർഷം കൊണ്ട് വിട്ടിരിക്കുക, എനിക്ക് വലിയ അനക്കോ ആവിയൊന്നുമില്ല. നീ ഭയങ്കരമായിട്ട് അനങ്ങാം എന്നൊന്നും വിചാരിക്കരുത്. ഞങ്ങൾ അനങ്ങാത്തവരാണ്, അതുകൊണ്ട് നീയും മിണ്ടാതിരിക്കണം. കുറച്ചു നേരത്തേക്ക് കുക്കർ മിണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിസിൽ പിന്നെയും പൊങ്ങി, വിസിൽ അടിക്കാൻ തുടങ്ങി. അപ്പം കുക്കർ മംഗലത്തോട് പറഞ്ഞു, ചേട്ടാ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അകത്ത് എന്തെങ്കിലും കൊണ്ടുവന്നാൽ 5 മിനിറ്റ് കൊണ്ട് ഈ സാധനം വേഗം എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു പ്രഷറായില്ല, ഇതെൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയായതാ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നവരോട് പറയുക, നിന്റെ അകത്ത് നീ പോലും അറിയാതെ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട് കേട്ടോ. ഈ ദേശത്ത് കൊടികുത്തി വാഴുന്ന അന്ധകാര ശക്തികൾ, ആധിപത്യങ്ങൾ, നിനക്കെതിരെ പൊങ്ങി വരുന്ന സകല ഇടപാടുകളെയും ഇന്ന് രാവിലെ പൊട്ടിച്ചു കളയാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ഉറപ്പുള്ള ദൈവമക്കൾ അന്ന് കരമടിച്ചു ദൈവത്തിന് ആമീൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ആമീൻ പറഞ്ഞേ. നിന്റെ കുടുംബത്തെ പരാജയപ്പെടുത്തി കളയാൻ, നിന്റെ തലമുറയെ പരാജയപ്പെടുത്തി കളയാൻ, നിന്റെ വീടിനെ പരാജയപ്പെടുത്തി കളയാൻ, വർഷങ്ങൾക്ക് പുറകിൽ നിനക്കെതിരെ വ്യാപരിച്ചുയരുന്ന ആധിപത്യങ്ങളുടെ ശക്തികൾ ഇന്ന് രാവിലെ പൊട്ടിമാറാൻ തുടങ്ങുകയാ. നിനക്കെതിരെ യുദ്ധം ചെയ്യുന്ന, നിനക്കെതിരെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന, നിനക്കെതിരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ പൊട്ടിച്ചു കളയാൻ കരുത്തോടെ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അകത്തുറപ്പുള്ള ദൈവമക്കള് അധരങ്ങൾ തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാം നാവുകളെ ചലിപ്പിച്ച് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് അറിയുന്ന ആരൊക്കെ ഉൾമുറിയിലുണ്ട്, അതിന്റെ നടുവിൽ നിലവിളിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അതെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രവർത്തികളും ദൈവത്തിന്റെ അത്ഭുതങ്ങളുമാണ്. ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കാൻ പോകുകയാണ് നമ്മൾ. ഇന്നത്തെ ചിന്തയ്ക്ക്, വിശിഷ്ടമായ ചിന്തയ്ക്ക് വേണ്ടി സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കുന്നു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന്. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ദൈവത്തിന്റെ വചനം നിവൃത്തിയാകും. ഒരാമീൻ പറഞ്ഞ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ദൈവത്തിന്റെ വചനം നിവൃത്തിയാകും. എത്ര പിശാച് മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ വചനം നിവൃത്തിയാകും. എത്ര മന്ത്രവാദി മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ വചനം നിവൃത്തിയാകും. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ വചനം നിവൃത്തിയാകാൻ പോകുക. ഇതിനകത്ത് കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുന്ന നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ വചനം നിവൃത്തിയാകാൻ പോകുക. ചില ആധിപത്യങ്ങളെ ഒക്കെ തള്ളി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് രാവിലെ നിവൃത്തിയാകുമെന്ന് ഉറപ്പുള്ള ദൈവമക്കള് കരമടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. നിന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള, നിന്റെ കുടുംബത്തോട് ദൈവം പറഞ്ഞിട്ടുള്ള, നിന്റെ തലമുറയോട് ദൈവം അരുളി ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ വചനങ്ങൾ ഇന്ന് രാവിലെ നിറവേറാൻ പോകുകയാ. ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ കാണുകയാ. ചില ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് ഈ രാവിലെ നിറവേറി വരികയാ. ശത്രുവായ പിശാച് നിനക്കെതിരെ എടുത്തിട്ട ആധിപത്യങ്ങളെ, ചങ്ങലകളെ
ഉടമനഘടകന ഹത്തുന തമൽപ്രഭന ഹർമ്മമനഘടക സംധരാധന ഹൽമമനഘടക സത്തുരാധന ചസിയ. അഭിഷേകത്തിന്റെ ശക്തിയിൽ ചിലതിനെ തള്ളി മാറ്റാൻ ദൈവം നിനക്ക് അഭിഷേകം തരാൻ പോകുകയാ. ദൈവം നിനക്ക് കൃപ തരാൻ പോകുകയാ. ദൈവം നിനക്ക് ശക്തി നൽകി തരാൻ പോകുകയാ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ചിലത് നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാവിലെ നിറവേറി വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് ഒരു ആമീൻ പറഞ്ഞേ. ഓക്കെ, ഞാൻ ഒരു വാക്കുകൂടെ നിങ്ങളോട് പറയാം. വചനം നിറവേറും. ഒരാമീൻ പറഞ്ഞോ? പ്രവചനം നിറവേറും. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിറവേറും. നിന്റെ കുടുംബത്തിൽ ദൈവപ്രവർത്തികൾ നിറവേറും. ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ചിലത് നിറവേറാൻ പോകുകയാ, ചിലത് നിറവേറാൻ പോവാ, ചിലത് നിറവേറാൻ പോകുകയാ. നിന്റെ കുടുംബത്തിനകത്ത് ഈ ദേശത്ത് ഇന്ന് രാവിലെ ഞങ്ങൾ വിതയ്ക്കുന്ന വചനം അത് നിറവേറാൻ പോകുകയാ. ദൈവത്തിന്റെ വചനം നിറവേറാൻ പോകുകയാ. ദൈവത്തിന്റെ വചനം നിറവേറാൻ പോകുകയാ. ചില വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുകയാ. ചില അത്ഭുതങ്ങൾ നിറവേറാൻ പോകുകയാ. ദൈവത്തിന്റെ കൃപകൾ നിറവേറാൻ പോകുകയാ. ഇന്ന് രാവിലെ ഉറപ്പോടെ സ്തോത്രം ചെയ്തോ. ചിലതൊക്കെ നിറവേറാൻ പോകുകയാ, ചിലതൊക്കെ നിറവേറാൻ പോകുകയാ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ദൈവത്തിന്റെ വചനം നിറവേറുമെന്ന്? വചനം നിറവേറുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടേ ഒന്ന് സ്തോത്രം ചെയ്തേ. മക്കളെ, ഇന്ന് രാവിലെ വചനം നിറവേറും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ വചനം നിറവേറും. നിന്നെ ഒരുത്തനും തകർക്കാൻ പറ്റുകയില്ല. നിന്റെ കുടുംബത്തെ ഒരുത്തിക്കും തകർക്കാൻ പറ്റില്ല. നിനക്കെതിരെ എത്ര ശക്തിയോടെ ആധിപത്യങ്ങൾ ഉയർന്നു വന്നാലും ഇന്ന് രാവിലെ യേശു എന്നോട് പറയുക, ദൈവത്തിന്റെ വചനം നിന്റെ മേൽ ഈ രാവിലെ നിറവേറാൻ പോകുകയാ. ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് ഇന്ന് രാവിലെ നിറവേറി വരാൻ പോകുകയാ. ഏകദേശം 30 ലക്ഷം പേർ ഒരുമിച്ച് മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് ഒരു യാത്ര. എവിടെ പോകുകയാ? കനാനിലേക്ക്. പോകുമ്പോൾ എന്തുണ്ട്? വിക്കനായ ഒരുത്തനും ഒരു വടിയുണ്ട്. അത് മതി. വടിയുണ്ടോ? ഉണ്ട്. ചെങ്കടൽ മാറും. വടിയുണ്ടോ? ഉണ്ട്. മാറ മധുരമാകും. വടി ഉണ്ടോ? ഉണ്ടെങ്കിൽ സീൻ മരുഭൂമി അത്ഭുതമായി മാറും. ഇന്ന് രാവിലെ ഹോരേബിൽ വെച്ച് നിനക്ക് കിട്ടിയ ഒരു വടി നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് നിന്നോട് പ്രവചനം പറയാനുണ്ട്. ഈ രാവിലെ ചില ചെങ്കടൽ മാറാൻ പോകുകയാ. ചില ചെങ്കടൽ മാറാൻ പോകുകയാ. എത്ര ശക്തിയോടെ നിനക്കെതിരെ ഒഴുകുന്ന ചെങ്കടലിനെ ആട്ടിച്ചു പിരിക്കാൻ അകത്ത് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഞാൻ കാണുകയാ, വഴി മുടക്കി നിൽക്കുന്ന ചിലത് ഇന്ന് രാവിലെ പിരിയാൻ പോകുകയാ. നിന്റെ കുടുംബത്തിനകത്ത് വഴി മുടക്കി നിൽക്കുന്നത് ഇന്ന് രാവിലെ രണ്ടായി പിരിയാൻ പോകുകയാ. നിന്റെ തലമുറയുടെ മുൻപിൽ സ്നേഹിത ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഉറക്കെ ആമീൻ പറഞ്ഞോണം. ഇന്ന് രാവിലെ വഴി മുടക്കിയതിനെ പരിശുദ്ധാത്മാവ് ആട്ടിച്ചു പിരിക്കാൻ പോവാ. ദൈവത്തിന്റെ ശക്തിയോടെ ഈ രാവിലെ ആട്ടിച്ചു പിരിക്കാൻ പോവാ. കൈയൊന്ന് പൊക്കി ഒരാമീൻ പറയല്ലേ. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയാം കേട്ടോ. ഈ ഞങ്ങളുടെ ആളുകള് ആരാധിക്കുന്നവരാണ്. ഒരാമീൻ പറഞ്ഞേ. ഞങ്ങൾ കണ്ടോണ്ടിരിക്കത്തില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മളെ വിളിച്ചത് ആരാധിക്കാനാ. എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണമെന്നാ പറഞ്ഞേ. അതുകൊണ്ട് സ്ഥലകാല പരിധികൾക്ക് മുകളിൽ ഞങ്ങൾ ആരാധിക്കും. ഏത് സ്ഥലത്തും ദൈവത്തെ ഉയർത്തും. ഞങ്ങൾക്ക് സ്ഥലമൊന്നും വിഷയമല്ല, സ്വാതന്ത്ര്യം വിഷയമല്ല, കാരാഗ്രഹം വിഷയമല്ല, അടച്ചിട്ട പ്രതിസന്ധികളൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. എന്നാന്നറിയാമോ? ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട് കേട്ടോ. കരമുയർത്തി ഒരാമീൻ പറഞ്ഞേ. ഈ രാവിലെ ആത്മാവനോട് പറയുക, ഒരു വടിയും വിക്കുമുള്ളൊരു മനുഷ്യൻ പുറപ്പെട്ടു. എങ്ങോട്ട് പോവാ?
കനാനിലേക്ക്. എങ്ങോട്ട് പോവാ? കനാനിലേക്ക്. ഒരു വാക്ക് ഞാൻ പറയുക, ഇറങ്ങിത്തിരിച്ച നീ കനാനിലെത്തും. രാമീൻ പറഞ്ഞുതരാ. കനാനിലെത്തുന്നതിന് മുൻപ് ചെങ്കടലുണ്ട്. എന്നാ ഉണ്ട്? ചെങ്കടലുണ്ട്. ദൈവത്തിന് അറിയേണ്ടത് ചെങ്കടൽ വരുമ്പോ നീ എന്ത് ചെയ്യുന്ന? ദൈവത്തിനറിയത് ചെങ്കടൽ വരുമ്പോ നീ മിണ്ടാതിരിക്കുമോ അതോ പിറുപിറുക്കുമോ തിരിച്ചു പോകുമോ എന്ന് ദൈവത്തിനറിയണം. ഇന്ന് രാവിലെ ആത്മാവനോട് പറയുക, ഈ ചെങ്കടൽ നിന്റെ അവസാനം അല്ല കേട്ടോ. ഇതിന്റെ യാത്രക്ക് ആക്കം കൂടാത്തക്ക പോലെ നിന്റെ യാത്രക്ക് ആക്കം കൂടാൻ ഉടമനഘടകം ജഗൽപ്രഭാന ഹർമ്മമനഘടക ചുടമനഘടക ഹർമ്മമേ ധമനഘടക സുയ ഹൽമമനഘടക സത്തുരാധന. എന്നോട് ആത്മാവ് ഇന്ന് രാവിലെ ഒരു പ്രവചനമായി പറയുക, ചില ചെങ്കടലൊക്കെ വഴിമാറാൻ പോവാ. ഈ എഴുന്നേറ്റു നിൽക്കുന്നവരോട് ഞാൻ പറയുക, വളണ്ടിയേഴ്സ് ഹർമ്മമനഘടക ധനഘടക. ഇന്ന് രാവിലെ ചില പ്രതിബന്ധങ്ങളൊക്കെ നിന്റെ മുമ്പിൽ വഴിമാറാൻ പോകുക. ചില പ്രതിസന്ധികളൊക്കെ ഈ രാവിലെ വഴിമാറാൻ പോകുക. ഈ രാവിലെ നീ തകർന്നു പോകുമെന്നല്ല, നീ വീണു പോകുമെന്നല്ല, നീ അവസാനിച്ചു പോകുമെന്നല്ല. നിന്റെ മുൻപിൽ ഈ പ്രതിസന്ധികളെ വഴിമാറ്റാൻ കരുത്തുള്ള ഒരു സർവശക്തിയുള്ള ദൈവം യേശുവേ എന്ന് വിളിക്കാവുന്ന എല്ലാവരും അധരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് യേശുവിന്റെ നാമം നിന്നെ വിടുവിക്കാൻ പോകുക. യേശുവിന്റെ നാമം ഇന്ന് രാവിലെ നിന്റെ മുൻപിലെ ചെങ്കടല് മാറ്റാൻ പോകുക. യേശുവിന്റെ നാമം ഈ രാവിലെ നിന്റെ മുൻപിലെ പ്രതിസന്ധികളെ ഉടച്ചു കളയുന്ന രാവിലെയാണ്. യേശുവിന്റെ നാമത്തിന്റെ പവർ ഉടമന ഹടകദലക സന്ദരാധിയാന വൈഡപ്രഭ രഗൽപ്രഭനഘടക സന്ദരാധന ഹൽമമനഘടക സന്ദരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നേ, ചില ആളുകളുടെ മുമ്പിൽ ചെങ്കടല മാറിപ്പോകാൻ തുടങ്ങുക. ചില ചെങ്കടലുകൾ ഉടയാൻ പോകുക. വോളണ്ടിയേഴ്സ് ഹൽമമ ധിയാന ഘടക ഹടപ്രഭനിയാന്തര ഘടക ഹൽമമേ ധിയാന ഘടക. ഇന്ന് രാവിലെ നീ ഉറപ്പാട് വിശ്വസിച്ചോ, ചില ചെങ്കടലുകളെ എന്റെ ദൈവം ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഉടമനഘടക ജനാദന ധനാദന അർമ്മമനഘടക സതുരാധന അൽമമനഘടക സന്ദരാധന അൽമമേ ധിമനഘടക ശബ്ദരാധന. ഈ രാവിലെ ആത്മാവനോട് പറയുക, ഇതിനകത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ചില പ്രതിസന്ധികൾ വഴിമാറാൻ പോകുക. ചില പ്രതികൂലങ്ങൾ ഇന്ന് രാവിലെ വഴിമാറാൻ പോകുക. ചെങ്കടലെ നീ ഓടുന്നതെന്ത്? നീ പിന്മാറുന്നതെന്ത്? കരമൊന്ന് ഉയർത്തി ദൈവത്തിന് ഒരു ആമേൻ പറഞ്ഞേ. ഇരിക്കാൻ പറ്റുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്നിരുന്നേ. കൈയൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്നവർ വിശ്വസിക്കണം. എനിക്കറിയാം ചൂടുണ്ടെന്നൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകില്ല കേട്ടോ. പ്രസംഗം നീട്ടിക്കൊണ്ടുപോകില്ല. പറയാനുള്ള കാര്യമൊക്കെ വളരെ പെട്ടെന്ന് കാക്കിക്കുറിച്ച് നിങ്ങളോടങ്ങ് പറയും, കുറുക്കിക്കൂട്ടി നിങ്ങളോടങ്ങ് കാര്യം പറയും. നിങ്ങൾ കേട്ടോണം. ഒന്ന്, ഇറങ്ങിത്തിരിച്ച നിനക്ക് അഭിഷേകമുണ്ടെങ്കിൽ, ദൈവശക്തി ഉണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ നിന്റെ മുൻപിൽ നിന്ന് എല്ലാ പ്രതിസന്ധിയും മാറിപ്പോകുന്നു. ചെങ്കടല് വരട്ടെ, ചെങ്കടല് മാറാൻ വേണ്ടിയാണ്. പ്രതിസന്ധി വരട്ടെ, പ്രതിസന്ധി മാറാൻ വേണ്ടിയാണ്. രോഗം വരട്ടെ, രോഗം മാറാൻ വേണ്ടിയാണ്. തകർച്ച വരട്ടെ, തകർച്ച മാറാൻ വേണ്ടിയാണ്. പ്രതിബന്ധങ്ങൾ ഉയരട്ടെ, അത് മാറാൻ വേണ്ടിയാണ്. ഒരു ദൂത ദൈവാത്മാവനോട് പറയുക, ഇന്ന് രാവിലെ നിന്റെ മുൻപിൽ എഴുന്നേറ്റു വരുന്ന ചെങ്കടൽ ഓടിപ്പോകാൻ പോകുക. ചെങ്കടൽ ഓടിപ്പോകാൻ
ഓടിപ്പോകാൻ പോകുകയാ. ചെങ്കടൽ ഓടിപ്പോകാൻ പോകുകയാ. പ്രാർത്ഥിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ മക്കള് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഇന്ന് രാവിലെ ചില ചെങ്കടൽ ഓടിപ്പോകാൻ പോകുകയാ. ചില ചെങ്കടൽ ഓടിപ്പോകാൻ പോകുകയാ. ചില പ്രതിസന്ധികൾ ഓടിപ്പോകാൻ പോകുകയാ. ചില തിന്മകൾ ഇന്ന് രാവിലെ തകർന്നു മാറാൻ തുടങ്ങുക. ചെങ്കടല് നിന്റെ മുമ്പിൽ നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ നന്മയ്ക്ക് വേണ്ടിയാണ്. തിന്മകൾ നിന്റെ മുൻപിൽ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ വന്നതെല്ലാം നിന്റെ ജീവിതത്തിനകത്ത് നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ പട്ടണത്തോട് പരിശുദ്ധാത്മാവിന് ഇന്ന് രാവിലെ ദൂത് പറയാനുണ്ട്. ഞാൻ ഒരു ദൂത് പറയുക. ഇവിടെ ഒരു വലിയ സൈന്യം മാർച്ച് ചെയ്യും കേട്ടോ. ഈ പട്ടണത്തിൽ ഒരുപറ്റം ആളുകൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് പോലെ ഈ പട്ടണം ദൈവത്താൽ പിടിക്കപ്പെടുമെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എൻ്റെ ആകത്തളത്തിൽ പറയുക. വിക്കനായ ഒരു മനുഷ്യൻ എവിടെ പോവാ? കനാനിൽ പോവാ. ആരോഗ്യമുണ്ടോ? കുറവാ. ബലമുണ്ടോ? വയസ്സ് എത്ര ഉണ്ട്? അച്ഛൻ്റെ അല്ല, മോശയുടെ. എത്ര ഉണ്ട്? 80. എത്ര ഉണ്ട്? 80. ഇവിടെ 80 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 80 ഉള്ളവരൊക്കെ വീട്ടിൽ കിടപ്പാ. 80 ഒരുത്തൻ കൊട്ടാരത്തിൻ്റെ വാതിക്കൽ വടിയും കൊണ്ട് വന്ന ആര് വിട്ടതാ? സ്വർഗത്തിലെ ദൈവം വിട്ടതാ. എന്തിനാ വന്നത്? ഈ ജനത്തെ വിടുവിക്കാൻ. ഇന്ന് രാവിലെ നിനക്ക് ആരോഗ്യമില്ലെന്ന് പറയരുത്. വിടുവിക്കാൻ ദൈവം നിനക്ക് ശക്തി തരും. നിനക്ക് കൃപയില്ലെന്ന് പറയരുത്. നിന്റെ മേലൊരു കൃപ വ്യാപരിക്കും. എല്ലാവരും തള്ളിയവനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തിയവനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പവറുണ്ട്. എല്ലാവരും മാറ്റി നിർത്തിയവനെ. ഇവിടെ എത്ര വർഷം ഇന്ത്യൻ റെയിൽവേ ജോലി ചെയ്തു? 60 വർഷം. 60 റിട്ടയറായി. എത്ര വർഷം ജോലി ചെയ്തു? 42 വർഷം ജോലി ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിലായിരുന്നു. ചങ്ങനാശ്ശേരിയിലാ വീട്, കോട്ടയത്ത്. നിങ്ങൾ വിചാരിക്കും ദൂതല്ല കേട്ടോ, ദൂതല്ല. പുള്ളി എനിക്ക് അറിയാവുന്ന ഒരാമയും പറ. എഴുന്നേറ്റ് നിൽക്ക്. പുള്ളി കുറേ നാൾ കൊണ്ട് എൻ്റെ കൂടെ നടക്കുക സാക്ഷ്യം പറയാൻ. എന്തുവാന്നറിയോ? പുള്ളിക്ക് മുറുക്കുന്ന അസുഖം ഉണ്ടായിരുന്നു. എവിടെ നിന്നാലും മുറുക്കും. ഇതായിരുന്നു പ്രശ്നം. മുറുക്കും. പെന്തിക്കോസുകാരനാ, മുറുക്കും. പക്ഷേ നമ്മുടെ യോഗത്തിന് 2 മാസം മുമ്പ് വന്നു. അന്ന് മുറുക്ക് നിർത്തി. ഒറ്റ യോഗത്തിൽ, പത്തനംതിട്ടയിലെ ഒറ്റ യോഗത്തിൽ ജീവിതം മാറി. ഞാൻ വിളിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞു. പിന്നീട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. മോളങ്ങ് UK പോയി. ഇളയ മോളെ ദൈവം അങ്ങ് ആദരിച്ചു. ഒറ്റ പ്രാർത്ഥന എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു സാക്ഷ്യം പറയണം. ഞാൻ ചോദിച്ചു എന്നെ പറ്റി? എനിക്ക് മുറുക്കുന്ന കാണുമ്പോൾ ഒരു വികാരമാണ്, നിർത്താൻ പറ്റുകയില്ല. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ യോഗത്തിന് ദൈവം വിടുതൽ കൊടുത്തു. ഇപ്പം മുറുക്കുന്ന കാണുമ്പോൾ ടെൻഡൻസി ഉണ്ടോ? 42 വർഷം മുറുക്കിയതാ. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇല്ല. ഒരാമയും പറ. വല്ല മുറുക്കുകാരും കേൾക്കുന്നുണ്ട്. ഇത് കേട്ടോണം. ഇതാ വല്ല അടിക്കാരും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ആണുങ്ങളല്ല പെണ്ണുങ്ങളും അടിക്കും. മിണ്ടുന്നില്ല. പെണ്ണുങ്ങളും അടിക്കുന്നവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കുഞ്ഞമ്മയെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഒരു സ്വത്രം പറഞ്ഞു തരാം. കുഞ്ഞമ്മ ഞാനിന്ന് പൊക്കും. കൈ പൊക്കി ഒരാമയും പറ. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ ദിവസം ട്രിവാൻഡത്തുനിന്നൊരു പെണ്ണ് വന്ന് കേട്ടോ. 32 വയസ്സ്, കല്യാണം 4 കഴിച്ചു. അവളെ എഴുന്നേപ്പിച്ചിരുത്തി ദൂത് പറഞ്ഞു കേട്ടോണം. അവിടെ പെറ്റ തള്ള എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ച 5 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് എഴുതിത്തരാം. എൻ്റെ പെണ്ണിനെ കൊണ്ട് പോകാത്ത സ്ഥലമൊന്നുമില്ല. പെണ്ണ് ഭയങ്കര വെള്ളവട്ടി അടിച്ച് പാമ്പായിട്ടാ വീട്ടിൽ കയറി വരുന്ന കൃപയാൽ നമ്മുടെ യോഗത്തിന് ആട്ടി നിർത്തി. അവള് പാത്രം താഴെ വെച്ചു. സ്നേഹിതരെ, ഇന്ന് രാവിലെ ഞങ്ങൾ ഈ നാട്ടിൽ വിളിച്ചു പറയുന്നത് മതപരിവർത്തനം പറയുവല്ല, ഈ രാജ്യദ്രോഹ പ്രവർത്തനം പറയുകയല്ല. ആളുകളെ നല്ല പൗരന്മാരാക്കുക. ഈ നാട്ടുകാർക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമായി പറയുന്നേ, മനസ്സിലായില്ലേ? വെള്ളം അടിച്ച് ഓടെ ഈ ചരട് കെട്ടിയ ചേട്ടനോട് ഞാൻ ദൂത് പറയും. കുഴപ്പമുണ്ടോ? ഉണ്ടേലും പറയും. ഒരാമയും പറ. ഞാൻ നമ്മളെല്ലാം കൂടെ
ലാലു ബ്രദറിന്റെ കട്ടപ്പനയിലെ ഹൗസ് വാമിങ്ങിന് പോയി. കന്യാസ്ത്രീയൊക്കെ ഹൗസ് വാമിങ്ങിനുണ്ട്. നിങ്ങൾ കേട്ടോണം, അവിടെ ഇദ്ദേഹത്തെ പോലെ ചാട് കെട്ടിയ ചെറുപ്പക്കാരനിരിപ്പുണ്ട്. 42, 43 വയസ്സ്. അപ്പം ഞാനിങ്ങനെ ദൂത് പറഞ്ഞങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് അവൻ കെട്ടിയതല്ല. നമ്മുടെ കാര്യം നമ്മൾ കെട്ടിയാന്നൊക്കെ എനിക്കറിയാം. കൈപൊക്കി ഒരു സ്വത്രം പറഞ്ഞുതരാം. എന്നോട് പറഞ്ഞ് അവൻ കെട്ടിയതല്ല. പുള്ളി നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ബ്രദറെ കരയരുത്, നല്ല ശബ്ദമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പുള്ളിയോട് ദൂതൊക്കെ പറഞ്ഞത്, കാര്യമൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാ. ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം, ഇത് നമ്മൾ സാമ്പിൾ വെടിക്കെട്ടല്ലേ. ഇനിയും വെള്ളിയാഴ്ച വേണമെന്നുള്ള ഈ ചൊവ്വാഴ്ചയും നമ്മുടെ നാട്ടുകാരുടെ ഒരു വിചാരം, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭൂതം ഇറങ്ങുന്ന ദിവസമാണ് എന്നൊക്കെയാ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന എല്ലാം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയല്ലേ. കണ്ടിട്ടില്ലേ? വ്യാഴാഴ്ച ഓക്കെ, ചൊവ്വാഴ്ച കല്യാണം നടത്തുമോ? ചൊവ്വാഴ്ച കല്യാണം കഴിച്ചവർ വല്ല ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടേ ഒന്ന് കൈപൊക്കിയാൽ. ചൊവ്വാഴ്ച കല്യാണം നടന്നവർ, കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കെ കാണട്ടെ. ചേച്ചി കെട്ടിയല്ലയോ? കല്യാണം കഴിച്ചല്ലയോ? അല്ലയോ? എന്നാ കൈപൊക്കെ. കെട്ടിയവരൊക്കെ ഒന്ന് കൈപൊക്കെ കാണട്ടെ. കല്യാണം കഴിച്ചവരൊക്കെ. ചൊവ്വാഴ്ച കെട്ടിയവര്, ചൊവ്വാഴ്ച കെട്ടിയവരാരുമില്ല. സാംസൺ ചൊവ്വാഴ്ചയാണോ കെട്ടിയേ? അല്ല. ഇനിയും കെട്ടാനാണോ? വേണ്ട, ഇനി സമ്മതിക്കത്തില്ല. ദണ്ട് ചൊവ്വാഴ്ച നമ്മൾ കല്യാണം, അത് തന്നെ. ചൊവ്വാഴ്ച കല്യാണം കഴിക്കാതെ ചൊവ്വാഴ്ച ദിവസം അല്ലയോ? ഭൂതം ഇറങ്ങുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. അതല്ലയോ പറയുന്നേ? ചൊവ്വാഴ്ച നമ്മുടെ വീടിൻ്റെ അവിടെ കൂടെ തീ പോയി. ആരാണ്ട് വീട് വലിച്ചോണ്ട് പോയതാ. ഇനി ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും പിശാചില്ല, പ്രേതമില്ല, ഭൂതമില്ല. പിശാചുണ്ടോ? ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം പിശാചാന്ന്. മിണ്ടുന്നില്ല. കണ്ടില്ലേ ആ കൈയൊക്കെ കൊടുത്തൊരു ഇരിപ്പ്? തള്ള ഭൂതം. ഒരു സ്വോത്രം പറ. പിന്നെ തള്ള, നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടായി വരുന്ന വരവ്. ഒരു സ്തോത്രം പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ പ്രഥമ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് വത്സൻ അബ്രഹാം സാറിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കയറി കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കെ ഇങ്ങനെ വന്നു. ഒരു സ്വോത്രം ഒന്ന് പറഞ്ഞുതരും. പിന്നെ അതല്ലയോ? പിന്നെ നീ ഇങ്ങനെ വലിയ ഇക്കിളിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഇതിലൊരു 22 വർഷമായില്ലയോ ഈ പുസ്തകം കയ്യിലെടുത്തിട്ട്? കൈ ഒന്ന് പൊക്കിയ ദൈവത്തിന് സ്വോത്രം പറഞ്ഞേ. എനിക്ക് ഇരിപ്പ് കണ്ടാൽ അറിയാം എന്നാ ഇടപാടെന്ന്. പക്ഷെ എനിക്കിന്ന് രാവിലെ ഒരു കാര്യം അറിയാം, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. ചില കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. ചില വീട്ടിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ചില വ്യക്തികൾ ഇന്ന് രാവിലെ മാനസാന്തരപ്പെടും. എനിക്ക് വ്യക്തമായി അറിയാം ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാവിലെ വ്യാപരിക്കും എന്നെനിക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട്. ഞങ്ങളുടെ ഈ സനല ബ്രദർ ഇവിടെ ഉണ്ട് കേട്ടോ. അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനാണ് ചെലന്തി അമ്പലത്തിൽ ചൂണ്ട കൊളുത്തുന്നയാളാണ്. അല്ലേ? അങ്ങനല്ലേ? ഓലിപ്പുറ അമ്പലം ഇല്ലയോ? ഓലിപ്പുറ അമ്പലത്തിൽ ചൂണ്ട കൊളുത്തുന്നയാള്. അടുത്ത അനന്തരാവകാശി, ഈ ചൂണ്ട കൊളുത്തുന്ന അടുത്ത അനന്തരാവകാശി സനൽ ബ്രദറിന്റെ മോന. അവന്റെ പേരെന്തുവാ? ഇമ്മാനുവേൽ. അവന്റെ അമ്മായിപ്പന്റെ പേരെന്തുവാ? ഗോപനാഥക്കുറുപ്പ്. അപ്പം ചെറുക്കൻ്റെ പേര് ഇടുവാണ് ഇടേണ്ടിയത്, വല്ല അങ്ങനത്തെ പേരാ ഇടേണ്ടിയേ. പക്ഷെ ഇട്ടപ്പം ഇമ്മാനുവേൽ എം കുറുപ്പെന്നാ. ഒരു സ്വോത്രം പറഞ്ഞില്ല. ഇവൻ ചൂണ്ട കൊളുത്താൻ പോകുമ്പോൾ ഒരു കൊളുത്തിനും പോകത്തിൽ ഈ പുസ്തകം എടുത്ത് എൻ്റെ പുറകിൽ പിൻഗാമിയായിട്ട് വരും. അതാ അതിൻ്റെ വകുപ്പ്. എന്നാ പറ്റി? കുടിച്ചോടെ കിടന്ന മനുഷ്യനാ ഇപ്പൊ ഓടെ കിടക്കുവല്ല. യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. ഇതുപോലെ കുറുപ്പന്മാർ ഒരുപറ്റം ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. വെള്ളമടിച്ചോടെ കിടന്ന ഒരുപറ്റം ആളുകൾ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ആളുകളുണ്ട്. ദേശമേ വിളിച്ചു പറയുക, ഈ സത്യ സന്ദേശം കേട്ടുകൊള്ളണം. ഈ ദേശത്ത് ഇതുപോലെയുള്ള ആളുകളെ വിടുവിച്ചെടുക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. നമുക്ക് ഒത്തിരി പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച മനുഷ്യർ ആദ്യമായി കണ്ടത് ഈ ചെങ്കടലാണ്. തടസ്സം. ഒരു ദൂത് ഞാൻ പറയാം. ഈ തടസ്സം മാറാനാ, ഈ പ്രതിസന്ധി മാറാനാ, ഈ മതില് ചാടിക്കടക്കാനാ. അതിന് ഇന്ന് രാവിലെ ദൈവപ്രവൃത്തി ഉണ്ടാകും.
അതിന് ദൈവം നിനക്ക് ശക്തി തരും. എനിക്ക് ചില ആളുകളെ കാണുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ചിലരെ ഇന്ന് രാവിലെ ദൈവം ശക്തി കൊണ്ട്, അത്ഭുതം കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നിറയ്ക്കുമെന്ന് എൻ്റെ അകത്തൊരു ബോധ്യം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നടുവിൽ രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ എൻ്റെ വെളിപ്പാട് കാണുക. ഇതിൻ്റെ നടുവിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ചില ആളുകളുടെ ഭാവിയെ ബന്ധിച്ചൊതുക്കിയത് ഇന്ന് രാവിലെ പൊട്ടി മാറാൻ പോകുക. ചില ആളുകൾക്കെതിരെ മതിൽ കെട്ടിയത് ഇന്ന് രാവിലെ അടിഞ്ഞു മാറാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും യേശുവേ എന്ന് ഉറക്കം വിളിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. അവർ ചെങ്കടൽ കടന്ന് കയറി. ഒരു ദൂത്, ഈ പ്രതിസന്ധിയും നീ കടക്കും, ഈ പ്രതികൂലം നീ കടക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ആരാധനയ്ക്ക്, സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന ഒരാൾ ആരാധനയിൽ വന്നു. അദ്ദേഹം കുടുംബമായിട്ട് ആരാധനയ്ക്ക് വന്ന അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പാസ്റ്ററെ, ഞാൻ ഒത്തിരി പെന്തിക്കോസ് യോഗത്തിലും അദ്ദേഹം ഇങ്ങനെ യോഗങ്ങളിലൊക്കെ വന്നിരിക്കും. ഞാൻ സാധാരണ പകുതിയാകുമ്പോൾ യോഗം വിട്ട് എഴുന്നേറ്റ് പോകും. ഞാൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിങ്ങൾ കഥ എഴുതുന്നയാളാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നിങ്ങൾ കേട്ടോണം. ആ മനുഷ്യനോട് പറഞ്ഞൊരു വാചകം എന്നാണെന്നറിയോ? നിങ്ങളുടെ പള്ളി കയറുമ്പോൾ ഒരു പവറുണ്ട്. ഞാൻ ഭയങ്കര സങ്കടത്തോടെ വന്നേ. എന്നെ സിനിമയുടെ പൂജയ്ക്ക് വിളിക്കാനൂടെയാ വന്നേ, സിനിമയുടെ പൂജയ്ക്ക് അല്ല. അപ്പം ഞാൻ പറഞ്ഞു, പൂജയ്ക്ക് വരത്തില്ല, പ്രാർത്ഥിക്കാൻ വരാം. രാമയും പറഞ്ഞു, പൂജയ്ക്ക് വരത്തില്ല, പ്രാർത്ഥിക്കാൻ വരാം. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വരാം. മമത വലിയ താല്പര്യം, മമത അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം മമത വലിയ താല്പര്യമായിട്ട് പറഞ്ഞു. അവർക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച. അപ്പോൾ എന്നോട് താല്പര്യമായിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ വിളിച്ചുകൊണ്ട് വരണം, വേറെ ഒന്നുമല്ല, ഈ പ്രാവശ്യം അഭിനയിക്കുന്നതിന് മുമ്പ് പാസ്റ്ററെ കൊണ്ട് തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഒന്ന് അഭിനയിക്കാൻ വേണ്ടി. ഞാൻ പോയില്ല കേട്ടോ, ഞാൻ പോയില്ല. ബാക്കി കാര്യം ഒന്ന് പറയാൻ തുടങ്ങുക. എൻ്റെ പ്രിയപ്പെട്ടവർ കേട്ടോണം, ഈ തടസ്സം മാറും, ഈ പ്രതിസന്ധി മാറും. ഇന്ന് രാവിലെ നീ ഇത് ചാടിക്കടക്കും. മക്കളെ, ചാടിക്കടക്കാനുള്ള കരുത്ത് ദൈവം നിനക്ക് തരാൻ പോവാ. ഏറ്റവും പുറകിൽ ആ കൈയടിക്കുന്ന ഒരു സഹോദരി ഉണ്ട്. നിന്റെ വീടിനകത്ത് ഇന്ന് രാവിലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാൻ തുടങ്ങുക കേട്ടോ. നീ ഭാരമില്ലാത്ത ആളല്ല കേട്ടോ. നിന്റെ അകത്ത് ഒരുപാട് ഭാരമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക, കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. ആ പല ആളുകളും നിന്നെ തള്ളിക്കളഞ്ഞത്, നിന്നെ ഉന്തിക്കളഞ്ഞത് പോലെ അഭിഷേകത്താൽ ഇന്ന് രാവിലെ സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് കരമടിച്ച് യേശുവേ എന്ന് വിളിച്ച് കരമൊന്നടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം നിന്നെ ഇന്ന് രാവിലെ അഭിഷേകം ചെയ്യാൻ പോകുക. നീ ഒരു അഭിഷക്തയായി മാറത്തക്ക പോലെ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ഈ ചെങ്കടൽ നമ്മുടെ മുമ്പിൽ മാറും, ഈ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ മാറും, ഈ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് പൊട്ടും. അവർ ചെങ്കടൽ കടന്ന് സീൻ മരുഭൂമിയിലെത്തി. അവിടെ വന്നപ്പോൾ കൊണ്ടുവന്നതെല്ലാം തീർന്നു. ഇനി കൊണ്ടുവന്നതൊന്നുമില്ല. ഭക്ഷണപ്പൊതി തുറക്കാൻ കയ്യിൽ ആഹാരമില്ല, വയ്ക്കാൻ അരിയില്ല, അരയ്ക്കാൻ ഉഴുന്നില്ല. അവർ മോശയോട് പറഞ്ഞു, നാളെ രാവിലെ ഞങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കും, ഞങ്ങളുടെ കയ്യിൽ ആഹാരമില്ല, ഞങ്ങളുടെ കയ്യിൽ ആഹാരമില്ല. ഒരു വാക്ക് ഞാൻ പറയാം, വിളിച്ചിറക്കിയ നിനക്ക് ആഹാരം തരാൻ കരുത്തുള്ള ദൈവമുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവമുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവമുണ്ട്. ഇന്ന് രാവിലെ എല്ലാം അടഞ്ഞ നീയാണോ ഇന്ന് രാവിലെ യോഗത്തിന് വന്നത്? ആണെങ്കിൽ ആത്മാവ് നിന്നോട് പറയുക, എല്ലാം അസ്തമിച്ചു പോയിട്ടില്ല കേട്ടോ സ്നേഹിത, എല്ലാം തീർന്നു പോയിട്ടില്ല. നിനക്ക് വേണ്ടി ഭൂമിയിലെ വാതിൽ അടയുമ്പോൾ എനിക്ക് ഇവരോടൊരു ചോദ്യമുണ്ട് കേട്ടോ, എനിക്ക് ഇവരോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ നേരത്തെ എവിടുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നേ?
നിങ്ങൾ എവിടുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് മിസ്രൈമിൽ നിന്ന് ഫറവോ രാജാവ് ഞങ്ങൾക്ക് തരുന്ന ആഹാരമാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങളുടെ നായകൻ മോശയാണ്, ഞങ്ങൾക്ക് ആഹാരമില്ല, ഭൂമിയിൽ നിന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തീർന്നുപോയി. പേടിക്കണ്ട, പേടിക്കണ്ട, സ്വർഗത്തിൽ നിന്ന് അത്ഭുതം വരും. ദൈവം നിന്റെ കുടുംബത്തെ പോറ്റും, ദൈവം നിന്റെ തലമുറയെ പോറ്റും, ദൈവം നിന്റെ വീടിനെ പോറ്റും. ഇന്ന് രാവിലെ ഒരു പ്രവചന ശബ്ദമായി ദൈവത്തിന്റെ ആത്മാവിനകത്തിരിക്കുന്ന ചില ആളുകളോട് പ്രവചനമായിട്ട് പറയുക, ദൈവം നിന്നെ പോറ്റാൻ പോകുകയാ, ദൈവം നിന്നെ പോറ്റാൻ പോകുകയാ, ദൈവം നിന്നെ പോറ്റാൻ പോകുകയാ. നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന മുഴങ്കാലില്ല, ഫോണിലല്ല. രാമൻ പറഞ്ഞേ, ആളുകൾക്കത് അറിയില്ല. ആളുകൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ആളുകൾ കൂടുന്ന ഒന്നും കാര്യമല്ല, ആളുകൾ കൂട്ടാൻ നിനക്ക് പറ്റത്തില്ല. അതുകൊണ്ടാ നിന്നെ കൊണ്ട് പറ്റുകയില്ല, ആളിനെ കൂട്ടാൻ പറ്റുകയില്ല. അത് അഭിഷേകം ഉള്ളവനെ ആള് കൂടത്തുള്ളൂ. നിനക്കത് അറിയാഞ്ഞിട്ടാ. അഭിഷേകം ഉള്ളവന്റെ യോഗത്തിലെ ആള് വരത്തുള്ളൂ. അത് നിനക്ക് മനസ്സിലാകാഞ്ഞിട്ട കാര്യം. ഞാൻ ബാക്കി അങ്ങോട്ട് പറയുക, കേട്ടോണം. ഈ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നമുക്ക് വലിയ ഹോളൊന്നും വേണ്ട, സഭാ ഹാളെ വലിയത് വേണ്ട എന്നൊരു ചിന്ത. നമ്മുടെ വീടോ ഗംഭീരം വീടാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി, ആ വീടിന് എത്ര രൂപയാണെന്നറിയാം? 23 കോടി രൂപ. അവരുടെ വീട്ടിൽ നിന്ന്, ഇവിടുത്തെ ഒരു വലിയ ആളിൻ്റെ വീടാ. അപ്പം ഞാൻ ചോദിച്ചു, നാട്ടുകാർക്ക് അറിയാവുന്ന 19 കോടി എന്നാ. പുള്ളിയോട് ഞാൻ ചോദിച്ചു, പറഞ്ഞു, പാസ്റ്ററെ 23 കോടി രൂപയായി മൊത്തം. ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യും, വലിയ വീടാ. കാറ് വേണം വീട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ. പുള്ളിയുടെ സഭാ ഹോളോ 500 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാ, വലിയ ഹോൾ എന്തിനാ? ഞാൻ ചോദിച്ചു, ഈ വലിയ വീട് എന്തിനാ? ഇതെന്തിനാ ഈ വലിയ വീട്? നമ്മൾ വീട് ഹോള് വരുമ്പം വിശുദ്ധരും, വീട് വരുമ്പോൾ അശുദ്ധരും. മിണ്ടുന്നില്ല, മനസ്സിലായില്ലയോ? അതിന് ഞങ്ങൾ മാതൃകയായിട്ട് 12 ഒരു ഹോള് പണിയും. കൈവൊക്കെ ഒരു ആമയും പറഞ്ഞേരെ. ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാരെക്കാളും ഗംഭീരം പള്ളി ഞങ്ങൾ പണിയും. അത് പണിയും. കിടപ്പാട എഴുതി കൊടുത്താലും പണിയും ഞാൻ. അത് കൊടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. ദൈവം തന്നില്ലേ, ഒരു സ്വത്രം പറ. കൊടുത്ത ഫിലിപ്പച്ച പണിയത്തില്ലയോ? ഫിലിപ്പച്ച മുമ്പ് ഇന്നോണം. കൈവൊക്കെ ഒരു സ്വത്രം പറഞ്ഞേര്. മുമ്പ് ഇന്നോണം. അതൊക്കെ നടക്കും, കാര്യമൊക്കെ സമയത്ത് നടക്കും. ഇനി ആരും പീസ് ഊരിയാന്നോ? പണ്ടൊക്കെ നമ്മുടെ യോഗത്തിന് ആൾക്കാർ പീസ് ഊരുമായിരുന്നു. ഇപ്പം അവർ ഊരത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ പീസ് ഊരിയവൻ്റെ എല്ലാം പീസ് ദൈവം ഊരി. അതാ പണ്ട് നമ്മുടെ പോസ്റ്റർ വലിച്ചു കീറുമായിരുന്നു. പോസ്റ്റർ വലിച്ചു കീറുന്നവനെ പുസ്തകം ചുമ്മാ ദൈവം ഉപയോഗിക്കും. ഇത് ദൈവം എന്ന് പറഞ്ഞ വലിയ ഒരാളല്ലയോ? അതല്ലയോ ദൈവത്തിന്റെ പണി? ഭയങ്കരമില്ല. അതല്ലയോ ബൈബിളിലെ വാക്യം? പ്രതികാരം എനിക്കില്ല, പ്രതികാരം ദൈവത്തിനുണ്ട്. എൻ്റെ ദൈവത്തിന് പ്രതികാരമുണ്ട്. ബാക്കി അങ്ങോട്ട് പറയാൻ വേണ്ടി തുടങ്ങുക. അവര് സീൻ മരുഭൂമിയിലെത്തി. അവർക്ക് കഴിക്കാൻ ആഹാരമില്ല. അവര് ദൈവത്തോട് ചോദിച്ചു. മോശയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആഹാരമില്ല കേട്ടോ, കഴിക്കാൻ ആഹാരമില്ല. ഇതാണ് ഇവിടുത്തെ പ്രമേയ വിഷയം. ഞാൻ മറ്റൊരു കാര്യം ഇതിനകത്തൂടെ ചേർത്ത് പറയും. അപ്പം മോശയോട് വന്ന് പറഞ്ഞ ആഹാരമില്ല. അപ്പം മോശ പറഞ്ഞു, ദൈവത്തോട് വന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞു, നാളെ രാവിലെ തയ്യാറായിക്കോ, നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും. ഭൂമിയിലുള്ള ഒന്നിനെയും അത്ഭുതമെന്ന് വിളിക്കില്ല. സ്വർഗം ഇടപെടുന്ന കാര്യത്തിന്റെ പേര് അത്ഭുതമെന്ന. രക്തസ്രാവക്കാരി സൗഖ്യമായത് അത്ഭുതമാണ്. കൂലിയായവൾ നിവർന്നത് അത്ഭുതമാണ്. ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ രാവിലെ ചലിക്കാൻ പോയ കാനാവിലെ കല്യാണ വീട്ടിൽ നടന്നത് അത്ഭുതമാണ്. കുഷ്ഠരോഗി ശുദ്ധരായത് അത്ഭുതമാണ്. കരമൊന്നുയർത്തി ഒരാമീൻ മറന്നേ. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയുക, ചില ആളുകൾ അത്ഭുതം കാണാൻ പോവാ, ചില കുടുംബങ്ങൾ അത്ഭുതം കാണാൻ പോവാ,
ചില വ്യക്തികൾ അത്ഭുതം കാണാൻ പോവാ. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഉറപ്പുണ്ട് എൻ്റെ വീട് അത്ഭുതം കാണാൻ പോവാ, എൻ്റെ തലമുറ അത്ഭുതം കാണാൻ പോവാ? ഇന്ന് രാവിലെ ഭൂമിയിലെ ഒരു പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിന്റെ കുടുംബം കാണാൻ പോകുകയാ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിന്റെ വീട് കാണാൻ പോകുകയാ. ദൈവത്തിൻ്റെ ശക്തിയെ ഉടമനഘടക ജനാദന ചസിയ ഹർമ്മനഘടക സന്തരാധന. അകത്തുറപ്പുള്ളവർ ഇന്ന് രാവിലെ പറഞ്ഞു, എൻ്റെ കുടുംബം ഇന്ന് രാവിലെ അത്ഭുതം കാണാൻ പോവാ, എൻ്റെ തലമുറ ഇന്ന് രാവിലെ അത്ഭുതം കാണാൻ പോവാ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇന്ന് രാവിലെ സംഭവിക്കാൻ തുടങ്ങുക. ഹർമ്മനഘടക ശന്തരാധിയാനക ഹൽമമേ റമപ്രഭനഘടക ഹർമ്മമാധിയാനഘടക സന്തരാധന. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നാളെ രാവിലെ എല്ലാവരും തയ്യാറായിക്കോണം. ഓരോ ഇടങ്ങഴി വെച്ച് നിങ്ങളുടെ വീടിൻ്റെ വാതിക്ക വരും. രാമീൻ പറഞ്ഞോ, പറക്കാൻ പോണോ? വേണ്ട, വീട്ടിൽ വരും. ഒരാൾക്ക് കൈ കൊടുത്തു പറ, വീട്ടിൽ വരും. വീട്ടിൽ വരും. എവിടെ വരും? വീട്ടിൽ വരും. ദൈവത്തിൻ്റെ ഇടപാടൊക്കെ അങ്ങനെ കേട്ടോ. ചെല്ലിങ്ങനെ ഇതെല്ലാം തേടിപ്പോവാ. തേടിപ്പോണ്ട, നിന്റെ വീട്ടിൽ വരും. ചിലര് നോട്ടീസ് അടിക്കാൻ കാശ് തേടിപ്പോവാ. വേണ്ട, വീട്ടിൽ വരും. സായിപ്പ് നിന്നെ തേടി നിന്റെ വീട്ടിൽ വരും. മദാമ നിന്റെ വീട്ടിൽ വരും. അത്ഭുതങ്ങൾ നിന്റെ വീട്ടിൽ വരും. നിന്റെ കുടുംബത്തിൽ ദൈവപ്രവർത്തി വരും. വിസയ്ക്കുള്ള ക്രമക്കളയും രാവിലെ നിനക്കുള്ള ക്രമീകരണം നിന്റെ വീട്ടിൽ വരും. നിന്റെ വീടിനകത്ത് വരും. നിന്റെ ജയം നിന്റെ വീട്ടിൽ വരും. യേശുവേ എന്ന് വിളിക്കുന്നവരെന്ന് വിളിച്ച് ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ അത്ഭുതം വരും. വീട്ടിൽ അത്ഭുതം വരും. എത്ര പേർക്ക് ഉറപ്പുണ്ട് വീട്ടിൽ അത്ഭുതം വരുമെന്ന്? ദൈവം പറഞ്ഞ എല്ലാവരും ഇടങ്ങഴിപ്പാത്രമൊക്കെ റെഡിയാക്കിക്കോ. എത്ര വലിയ പാത്രമാണേലും എത്ര പറക്കാവും? എടാ അത്ര മതി, നീ പോയിരുന്നു, നിന്റെ കാല് കഴിക്കും. നിന്നോട് എനിക്ക് ഏറ്റവും സ്നേഹമുള്ള പോയിരുന്നു. കൈപൊക്കി ഒരു സ്വത്രം പറഞ്ഞു. പിന്നെ എനിക്ക് കീബോർഡിൻ്റെ അകമ്പടിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ അവന് ഒരു വഴിക്ക് പോവില്ലയോ എന്ന് വിചാരിച്ച് വായിച്ചാ എനിക്കൊന്നും വേണ്ട. നിങ്ങൾ സ്വത്രം. പിന്നെ കവലയിലൊക്കെ നിന്ന് അങ്കം ചുങ്കമേട കോട ചെങ്ങാത്തം മേൽമീശക്കര മറിവിൻ്റെ പാട് ഇതൊക്കെ പറയുന്ന ആളാണ് ഞാൻ. ഒരു സ്വത്രം പറഞ്ഞേ. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ, അതുപോലെ അവിടെ ഇന്ന് പറയുന്നേ ഒരു സ്വത്രം പറ. പിന്നെ ബാക്കി കാര്യം ബാക്കി അങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിക്കുക. എത്ര ഇടം കഴി പറക്കാം, എത്ര ഇടം കഴി പറക്കാം. നിങ്ങൾ പേടിക്കേണ്ട, അടുത്ത മാസം ഈ പോരായ്മയൊക്കെ നമ്മൾ പരിഹരിക്കും. ഞാൻ ഇറങ്ങി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യും. ഒരു സ്വത്രം പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ ഇവർക്കും ചെയ്യാൻ നമ്മുടെ ഈ തള്ളപ്പൂച്ച കൊച്ചു പൂച്ചയ്ക്ക് പാറ്റായെ അടിച്ച് പകുതി കൊന്നിട്ട് കൊടുക്കും. കണ്ടിട്ടില്ലയോ? പൂച്ചയെ കണ്ടിട്ടേ ഇല്ല, ഇരിപ്പൊക്കെ കണ്ട്. ഈ തള്ളപ്പൂച്ച കൊച്ചു പൂച്ചയ്ക്ക് പാറ്റായ പകുതി. എന്താ ഇതിനെ ജീവനോടെ കൊടുക്കാത്ത? ജീവനോടെ കൊടുത്താൽ ഇതിന് കപ്പാസിറ്റി ഇല്ല. പകുതി അതിൻ്റെ കൈ കൊണ്ട് അടിച്ച് കൊന്ന് മുമ്പിടും. പിന്നെ കൊച്ചുപൂച്ചയുടെ പണി പാറ്റയുമായിട്ട് കളിക്കുവാണ്. മനസ്സിലല്ലേ? അത് ഞങ്ങൾ നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഒരു സ്വത്രം പറഞ്ഞേ, എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കുക. നമ്മൾ തല്ലിക്കൊന്ന് തന്നിട്ടാ. അതാ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഇവിടെ എന്തേലും കുറവുണ്ട് ആ ഇടത്ത് ഞാൻ അങ്ങ് കയറും. എൻ്റെ കാശുണ്ട്, ഒരു മടിയില്ലല്ലോ. എനിക്ക് സമയാസമയങ്ങളിൽ ദൈവം കാശ് തരും. ചിലർ ഈ കാശിൻ്റെ കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ വന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാശിൻ്റെ കാര്യമൊന്നും പബ്ലിക്കായിട്ട് പറയരുത്. കാശ് വാങ്ങിക്കുന്നതല്ല, കിട്ടുന്ന കാര്യം ഞാൻ കിട്ടുന്നൊക്കെ പറയും. ഒരു സ്വത്രം പറ. ഇത് വേറെ ഒന്നിനും അല്ല, ദൈവവേലയ്ക്ക് വേണ്ടിയാ. ഞങ്ങളിതുകൊണ്ട് കാറൊക്കെ നമുക്ക് ആൾക്കാർ വാങ്ങിച്ചു തരുമില്ലേ? ഒരു സ്വത്രം പറഞ്ഞേ. പിന്നെ നിനക്ക് കിട്ടാത്തോ? നിനക്ക് കിട്ടിയാൽ ഒരു സ്വത്രം പറ. എന്നോടൊരാൾ പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഇതുവരെ എനിക്കൊരാൾ മണ്ട് സൈക്കിൾ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. ഞാൻ ഖത്തറിച്ചെന്നൊരുത്തനോട് ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞപ്പോൾ അങ്ങേര് എനിക്ക് 25 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു തന്നു. ഓരോരുത്തർ വെള്ളം കുടിക്കുക. 25 ലക്ഷം. അതാ 7 പേര് കയറുന്ന വണ്ടിയെ 12 പേരെയും കൊണ്ട് ഞാൻ യോഗത്തിന് പോകും. അപ്പം ദൈവം എനിക്ക് 20 പേര് കയറാവുന്ന വലിയ വണ്ടി തന്നു. ഒരു സ്വത്രം പറ. പിന്നെ ഡീസൽ അടിച്ച് ഊപ്പാട് വരുക, അത് വേറൊരു കാര്യം. പിള്ളേർ ഒരാളെ ഉള്ളതിലും അതും എടുത്തുകൊണ്ട് പോകും. അത് ഞാൻ നിർത്തുന്നുണ്ട്, അത് വേറൊരു കാര്യം. പോട്ടെ, ബാക്കി പറയാൻ പോവാ. ഇപ്പം ഞങ്ങളിനി പുതിയൊരു വണ്ടി. എനിക്ക് ഈ ആംബുലൻസ് പോകുമ്പോൾ ഭയങ്കര കൊതിയാണ്. ഭയങ്കര സ്പീഡിലല്ലേ പോകുന്നത്.
അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അൽബറിനോട് പറഞ്ഞു, നമുക്കൊരു ആംബുലൻസ് വാങ്ങിച്ചാലോ? മീറ്റിങ്ങിന് താമസിച്ചില്ലേ വരുന്നേ, എറണാകുളത്തൊക്കെ അങ്ങ് പോയാലോ? ഇത് ലൈവ് അല്ലല്ലോ, അതുകൊണ്ടാ. എടാ ഇതൊന്നും പിടിച്ചിട്ടേക്കരുത് കേട്ടോ. അതാ പിന്നെ ഞാനങ്ങ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനി ആൾക്കാർ കയറി പറയല്ലേ ബാസ് ആംബുലൻസ്, അയ്യോ എൻ്റെ പൊന്നെ, ഞാൻ ഇന്ന് വരെ കേരളേ എന്ന് ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാളോടൊരു പ്രവാചകൻ വന്നു ദൂത് പറഞ്ഞു, നീ കയറാത്ത വണ്ടിയിൽ കയറും, ഇരിക്കാത്ത ഇരത്ത് ഇരിക്കും. എവിടാന്നറിയോ? പോലീസ് ജീപ്പെ കയറി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു. ഇതാണ് അതാ. അപ്പം ഇങ്ങനത്തെ ദൂതൊന്നും വിശ്വസിക്കരുത്. ചിലർക്ക് ഈ ദൂതൊക്കെ, കഴിഞ്ഞ ദിവസം ഒരാൾ ദൂതിനെ വിമർശിച്ച് പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞെന്നറിയാം? പുള്ളി ദൂതിനെ പ്രവചനത്തെ ഇത് പറയുക, ഗൾഫിൽ പോകും. ഞാൻ ഈ പുള്ളിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ റോഡിൽ കൂടെ പോയ കൂട്ടം, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴാണ് പുള്ളിയെ എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിയുടെ മകള് ഗൾഫിൽ പോകാൻ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച മഹാനായത്. നാട്ടുകാരുടെ പിള്ളേർ പോണ്ട, നാട്ടുകാരുടെ പിള്ളേർ അസൂയാണോ? നാട്ടുകാരുടെ പിള്ളേരൊക്കെ പോയി രക്ഷപ്പെടട്ടെ, എല്ലാ കുടുംബവും രക്ഷപ്പെടട്ടെ, എല്ലാ മക്കളും രക്ഷപ്പെടട്ടെ. അസൂയ നീ എടുക്കാതെ. ഹേബേ, നിനക്ക് വിസ വേണ്ടായോ? വേണം. നിനക്ക് വേണ്ടായോ? പോയിട്ട് തിരിച്ചു വരണം. ഒരു സ്വോത്രം പറ. ഇവിടുന്ന് ഇപ്പം പിള്ളേർ യൂറോപ്പിലൊക്കെ പോയാൽ പിന്നെ തിരിച്ചു വരുന്നില്ല. കാര്യം യൂറോപ്പിൽ സൂപ്പർ ഫെസിലിറ്റി ആട്ടോ. നിങ്ങൾ വിചാരിക്കും, ഞാനൊക്കെ പോയിട്ട് എനിക്ക് താമസിക്കാൻ ഇഷ്ടമൊന്നുമല്ല, പോയൊരു 10 ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങ് വരും. നമ്മുടെ ഇവിടുത്തെ KSRTC പോലൊന്നുമല്ല. KSRTC അവിടെ വന്ന് തരും, താഴോട്ട് വരും. നമ്മുടെ മുഖ്യമന്ത്രി കയറിയ വണ്ടി പോലെ സംഗതി ഇങ്ങ് താഴെ വരും. പിന്നെ മിനിമം സ്പീഡിലെ വണ്ടി, ഇവിടെയൊക്കെ ചീത്ത വിളിയൊന്നുമില്ല. 40 കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞാൽ 40 പോകൂ. പിന്നെ പോയാൽ ഒന്നുകൂടെ പോകത്തില്ല. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നിയമങ്ങളൊക്കെ മാറ്റി, നിങ്ങൾ കേട്ട് കാണും. അതായത് ഇനി റോഡിൽ അപകടം ഉണ്ടാകുന്ന പുള്ളിക്ക് 10 വർഷം കഠിന തടവ് കിട്ടുന്ന ക്രിമിനൽ ഒഫൻസായി നിയമം പാർലമെന്റ് പാസ്സാക്കണം. അങ്ങനെയാണ്. ആടെ നെഞ്ചത്തൂടെ കയറി വണ്ടി ഓടിക്കുന്ന സ്റ്റൈലുണ്ട്, അതെല്ലാം അവസാനിക്കും. അത് ഗവൺമെൻറ് സെക്ടറിലും ബാധകമാവും. ആ നിയമമാണ് ബഹുമാനപ്പെട്ട അവരെ അമെൻമെൻറ്റിന് വേണ്ടി വിടും. അത് ഇപ്പോഴത്തെ ശിക്ഷാ നിയമം എന്നാണെന്നറിയാമോ? മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുക്കുന്നത്, ക്രിമിനൽ ഒഫൻസ് അല്ലത്. അതായത് ഞാനൊരു കാര്യം കൂടെ പറയുക, അത് നല്ല കാര്യം. ഈ രാജ്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയിട്ട് തിരിച്ചു വരാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാം? സൂപ്പർ ഫെസിലിറ്റിയാണ്. അവർക്ക് മെഡിക്കൽ ഫ്രീ ആണ്. വീട് എടുക്കാൻ വേണ്ടി അവർ ലോൺ കൊടുക്കും. അടി അവിടെ ഇല്ല, ബഹളമില്ല. എന്തെങ്കിലും വഴി നിന്നെന്തെങ്കിലും തടസ്സമുണ്ട്, ആ സമയത്തേക്ക് പോലീസ് അവിടെ എത്തും. നിങ്ങൾക്കറിയോ, ചൈനയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം കണ്ടു. അതെന്നാന്നറിയോ? നമ്മുടെ ഇവിടുത്തെ പോലെ AI ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ അല്ല, AI ക്യാമറ ഉണ്ട്. AI ക്യാമറയിൽ ഏതെങ്കിലും റോഡിൽ കൂടെ നടന്നു പോകുന്ന പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഒരു ബട്ടണുണ്ട്. ബട്ടണിൽ ഞെക്കിയാൽ വിതിൻ സെക്കൻഡിനകത്ത് പോലീസ് അവിടെ എത്തും. അതാണ് അവിടുത്തെ AI ക്യാമറ. ഞാനിതൊക്കെ കണ്ട് അമ്പരന്ന് പോയി. നമ്മുടെ നാടും അതുപോലെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി പറയാൻ പോവാ. ആഹാരമില്ല ഇവർക്ക്. എന്തോ ഇല്ല, ആഹാരമില്ല. ദൂത് കേട്ടോണം, നിന്റെ വീടിന്റെ പടിക്കൽ അത്ഭുതം എത്താൻ പോവാ. കരമുയർത്തിയൊരാമീൻ പറ. നിന്റെ വീട്ടുവാതുക്കൽ ദൈവപ്രവൃത്തി എത്താൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ വാതുക്കൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാ. അകത്ത് ഉറപ്പുള്ളവർ ഇന്ന് രാവിലെ യേശുവേ എന്ന് വിളിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്തോ. ആത്മാവനോട് പറയുക, നിന്റെ വീട് അത്ഭുതങ്ങൾ കാണാൻ പോകുകയാ. നിന്റെ കുടുംബം ദൈവപ്രവൃത്തി കാണാൻ പോകുകയാ. നിന്റെ വീടിന്റെ പടിക്കൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാ. അങ്ങനെ അവരുടെ ആഹാരമെന്ന പ്രശ്നത്തിന് ഒരു പരിധിവരെ അറുതിയുണ്ടായി. എന്താണ് സ്വർഗത്തിലെ ദൈവം ചെയ്തത്? 1 മുതൽ അവർ യാത്ര ചെയ്ത ആ സമയം മുതൽ 40 വർഷത്തേക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം മന്നയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും കടയിൽ ഇഷ്ടം പോലെ വിഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിക്കൻ 65, 45, 165 ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ വെറൈറ്റി ഫുഡ് ചോദിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ ചോദിച്ചു, എന്നാ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, ചിക്കൻ പൊട്ടിത്തെറിച്ചത്. എന്തുവാണ്? അപ്പം ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് വരട്ടെ. പൊട്ടിത്തെറിച്ചത്. എൻ്റെ പൊന്നച്ച, എരി കൊണ്ട്
നമ്മുടെ അകത്ത് പൊട്ടിത്തെറിക്കുക, ഭയങ്കര പ്രശ്നമാണ്. അന്ന് മൊത്തവും പൊട്ടിത്തെറിയായിരുന്നു. ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇനി ഒരിക്കലും പൊട്ടിത്തെറി. ഏതെങ്കിലും കടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മന്ന കൊടുക്കുമെന്ന്? മന്നയുടെ റെസിപ്പി ആർക്കും അറിയത്തില്ല. ഇതെവിടെ വെച്ചാ കുക്ക് ചെയ്യുന്ന? സ്വർഗത്തിൽ വെച്ച. പ്രിയരെ, കരമടിക്കാൻ ഇറങ്ങിത്തിരിച്ച, യേശുവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച, ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ ഇറങ്ങിത്തിരിച്ച നിന്നോടുള്ള ദൂതാണ് സ്വർഗത്തിന് ചില ഭാഗം ചെയ്ത് നിന്റെ വീട്ടിലേക്ക് ദൈവം തരാൻ പോകുക. സ്വർഗത്തിന് ചില ഭാഗം ചെയ്ത് അകത്തുറപ്പുള്ള ദൈവമക്കള് കരമടിച്ച് ആത്മാവിൽ സ്തോത്രം പറഞ്ഞു. എനിക്കിന്ന് രാവിലെ വെളിപ്പാടി മനസ്സിലാകുന്നുണ്ട്. ചിലതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ചെയ്തു തുടങ്ങാൻ പോവാ. നിനക്ക് വേണ്ടി ചില ദൈവപ്രവർത്തികൾ ഈ രാവിലെ നിന്റെ വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങുക. ഒരു ദൂത് കേട്ടോണം, നിനക്ക് വേണ്ടി തുടങ്ങുന്ന അത്ഭുതം നിന്റെ വീട്ടിൽ വരും. മന്ന എവിടെ വന്നു? വീട്ടിൽ. മന്ന കിടക്കുന്നത് എവിടാ? മിണ്ടുന്നില്ല. നിലത്ത്. മന്ന കിടക്കുന്ന എവിടെ? നിലത്ത്. ഒന്നാമത്തെ ചോദ്യത്തിന് ദൈവം നിലത്തൂന്ന് മറുപടി കൊടുത്തു. രണ്ടാമത്തെ ചോദ്യത്തിന് നിലത്തൂന്ന് 2 മുഴം പൊക്കത്തിൽ മറുപടി കൊടുത്തു. മന്ന നിലത്ത്, കാട 2 മുഴം പൊക്കത്തിൽ. മന്ന പറക്കാൻ കുനിയണം, കാടെ പിടിക്കാൻ നിന്നാ മതി. എന്നെ ഇടപാടല്ലേ? കൈപൊക്കെ ഒരു സ്വോത്രം പറയല്ലേ സുരേഷ് പാസ്റ്ററെ? മന്ന കുനിഞ്ഞു പറക്കണം. കുനിഞ്ഞു പറക്കുന്നവനെ കാടയുള്ളൂ. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ മുമ്പിൽ കുനിയുന്നവനെ ലോകത്തിൽ ഒന്നിന്റെ മുമ്പിൽ കുനിയാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം തരുന്ന നന്മയുടെ മുൻപിൽ കുനിയുന്നവനെ ലോകത്തിൽ ഒന്നിന്റെ മുമ്പിൽ കുനിയാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. അകത്തുറപ്പുള്ള ദൈവമക്കൾ കരമടിച്ച് യേശുവിനെ നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് നന്ദി പറഞ്ഞു. ആത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറയുക, ദൈവത്തിന്റെ മുമ്പിൽ കുനിയുന്ന നിന്നെ ലോകത്തിന്റെ മുമ്പിൽ കുനിയാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ കുനിഞ്ഞ് പ്രാർത്ഥിക്കുന്നവനെ ലോകത്തിൽ ഒന്നിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒന്ന്, കുനിഞ്ഞ് പറക്കിയവനെ നിവർന്ന് അത്ഭുതങ്ങൾ പിടിക്കാൻ ദൈവം ഇടയാക്കി. രാവിലെ ഒരു ദൂത് പറയാം. നിന്റെ വഴി തടഞ്ഞവന്റെ മുൻപിൽ, ആഭിചാരകന്റെ മുൻപിൽ ദൈവം നിന്റെ വീടിനെ ഉയർത്തി മാനിക്കാൻ പോവാ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ എന്നോട് പ്രവചനമായിട്ട് പറയുക, ചില കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പോവാ. ചില കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. അധരം തുറന്ന് ചേച്ചി എഴുന്നേറ്റ് വാ. വീട്ടിൽ ഭയങ്കര പ്രശ്ന. ആരെ കുറിച്ചാ ഭാരപ്പെടുന്നേ? മദ്യപിക്കുവാള്. 2 കാര്യമാണ് വീട്ടിൽ ഞാൻ കാണുന്നത്. ചേച്ചിയുടെ പേര് പറ. ശ്രീദേവി ചേച്ചിയുടെ വീട്ടിൽ ഒരു മരണപ്പന്തൽ ഉയരേണ്ട സമയം കഴിഞ്ഞ, മരണം നടന്നേനെ വീട്ടിൽ ഭർത്താവിനെ ദൈവം ആയുസോടെ കാത്തതാ. ദൈവം എന്നോട് പറയും, ഇന്ന് രാവിലെ താൻ എഴുന്നേക്കാൻ പോവാ. വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ പോവാ. ഒരു പോലീസ് കേസ് ഉണ്ടോ? ഞാൻ അവന്റെ പേര് പറ, മോന്റെ പേര് പറ. ശ്രീകാന്ത്. എന്നോട് ദൈവം പറയുക, ആ പോലീസ് കേസ് ദൈവം എഴുതി തള്ളാൻ പോവാ. നീ അതിൽ ഭയങ്കര സങ്കടത്തോടാണ് ഇവിടെ യോഗത്തിന് വന്നിട്ടുള്ളത്. കരമൊന്നടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഭയങ്കര മനോദുഃഖത്തിലാണ് നീ ഇന്ന് രാവിലെ യോഗത്തിനകത്ത് കയറിയിട്ടുള്ളത്. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക, നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കി കളയാ നിനക്കെതിരെ വ്യാപരിച്ച ഒരു ആധിപത്യത്തിന്റെ ശങ്കലയുണ്ട്. ഈ രാവിലെ എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിച്ചേ. 2 വർഷം ഇട്ടു, നന്നായിട്ട് വന്നിരുന്നു, നല്ല കടയായിരുന്നു. ആ കട ഇത്രയും നല്ലതായിട്ട് വന്നത് ആളുകൾക്ക് അസൂയായിരുന്നു. നിങ്ങളോട് കൂടെയുള്ള ആളുകൾക്കും. എത്ര നാളായി കേസ് തുടങ്ങിയിട്ട്?
അവന്റെ പേരെന്തുവായിരുന്നു? ഈ വന്ന കടക്കകത്ത് കയറിയ ആൾ രാജേഷ്. ദൈവം എന്നോട് പറയുക, ഇന്ന് കുരുക്ക് പൊട്ടും, നിങ്ങളുടെ മകൻ വിടുവിക്കപ്പെടും, ആ കേസ് എഴുതി തള്ളും. അങ്ങനെ ഒരു ദൈവപ്രവർത്തി നിങ്ങളുടെ വീട്ടിലുണ്ടാകും. നിങ്ങളുടെ വീടിനെ ആടപടലം മറിച്ചു കളയാൻ വ്യാപരിക്കുന്ന ഒരു ദുർശക്തിയുണ്ട്. ഇന്ന് രാവിലെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുർശക്തികളെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഒരു കാര്യം കൂടെ കാണുക, വീട്ടിലിപ്പോ സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല, ഇല്ല, ആ ഒരു അവസ്ഥയായി. നേരത്തെ നല്ലതായിട്ട് ജീവിച്ചിരുന്ന ഒന്നും ഇല്ലാതായി. അങ്ങനെ ആക്കിക്കളയാനേ നിങ്ങളുടെ കുടുംബത്തിനെതിരെ ആഭിചാരം ചെയ്തിട്ടുണ്ട്. അതൊരു വസ്തു സംബന്ധമായ തർക്കം കൊണ്ട് വന്ന കാര്യ. ഇന്ന് രാവിലെ ആ കെട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അത് പൊട്ടിക്കാൻ പോവാ. നിന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് ദൈവം എന്നോട് പറയുക. എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ആ കുടുംബത്തിനകത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ വെളിപ്പെട്ടു വരുന്നത് ഞാൻ എൻ്റെ വെളിപ്പാടി കാണുക. ചേച്ചി ഒന്ന് പോയിരുന്നോ? യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ മോളെ എണ്ണിച്ചു വന്നു. നിന്റെ കൂടെ ആരാ ഉള്ളേ? മമ്മി അമ്മയും വാ. ഇതാണോ മമ്മിയുടെ അമ്മ? മമ്മി എന്തി? ഇതാ മമ്മി. മോളെ, നീ ഒരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നീ തകർച്ചയിലായി. ഇപ്പൊ ഇന്ന് രാവിലെ അത് പൊട്ടിപ്പോ. ദൈവം നിന്റെ ജീവിതം ആട്ടിമുടി മാറ്റാൻ പോവാ. നിന്റെ അമ്മ ഏറിയ നാളുകൊണ്ട് നിനക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ആ കരച്ചിലിന് മറുപടി ദൈവം തരാൻ പോവാ. എല്ലാവരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. നീ എവിടാ ജോലി ചെയ്യുന്നത്? ഭർത്താവ് എന്ത്? ഇല്ല. എത്ര വയസ്സ്? എത്ര വർഷമായി പോയിട്ട്? PR കിട്ടും? അറിയത്തില്ല. ഞാൻ കാണുന്നതെന്നാന്നറിയോ? നിനക്ക് PR കിട്ടും. നീ ആ അമ്മയല്ലേ? ഈ മോള് UK സ്ഥിരമായിട്ട് നിൽക്കും. UK അവക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറന്നു തരും. എല്ലാവരും കൂടെ കണ്ണടച്ച് കൈ ഒന്നടിച്ച് ദൈവത്തിന് എല്ലാവരും കൂടെ കരമടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട് ഇങ്ങനെയാ. ഇവൾക്ക് വേണ്ടി UK മണ്ണിൽ ദൈവം ഒരു അത്ഭുതത്തിൻ്റെ കലവറ ഇന്ന് രാവിലെ തുറന്നു കൊടുക്കാൻ പോവാ. അർമ്മമനഘടക ജനഘടക സന്തരാധന. ഈ വല്യമ്മയുടെ പേരെന്തുവാ? പെണ്ണമ്മ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുക. മച്ചി, എന്തിനാ ദൈവം ജീവനോടെ വെച്ചേക്കുന്നറിയാം? ഈ കൊച്ചുമക്കളുടെ നന്മ കാണാൻ വേണ്ടി. നീ ഒരു തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്. അതിനിന്ന് രാവിലെ ദൈവം നിനക്ക് മറുപടി തരും. നിന്റെ വീട്ടിൽ വരും ഒരു അത്ഭുതം ഞാൻ കാണുന്നുണ്ട്. കുരുക്കിക്കിടക്കുന്ന ഒരു തലമുറയുടെ കെട്ട് ദൈവം പൊട്ടിക്കാൻ പോവാ. നിന്റെ വീടിനകത്ത് ഒന്നൊന്നായി അനർത്ഥങ്ങൾ വ്യാപരിക്കുന്ന പോലെ വീടിനകത്ത് അനർത്ഥങ്ങൾ അവശേഷിക്കുക കേട്ടോ. മരണങ്ങൾ അവശേഷിക്കുക. അങ്ങനെ പ്രതിസന്ധിയാ നിന്റെ വീട്ടിൽ ഞാൻ കാണുന്നത്. എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടു പോയി. അമ്മച്ചിക്ക് ഒരു കൊച്ചു തലമുറയെ കുറിച്ച് അമ്മച്ചി ഭാരപ്പെടുന്നുണ്ടോ? അത് ആരെക്കുറിച്ചാ? മോൻ്റെ കുഞ്ഞുങ്ങളാണ്. ഉണ്ട്. അതെവിടാ അവര്? ആരാ മരിച്ചുപോയ അമ്മച്ചിയുടെ വീട്ടിൽ? അമ്മച്ചിയുടെ മോന്. ഞാൻ അമ്മച്ചിയെ നോക്കുമ്പോൾ അങ്ങനെ കാണുക. യേശു എന്നോട് പറയുക, നിന്നെ തകർത്ത് കളയാൻ ചെയ്തു കൂട്ടിയ ആധിപത്യ ഇന്ന് രാവിലെ അത് പൊട്ടിപ്പോവാൻ പോവാ. എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ആത്മാവനോട് പറയുക, ആ രണ്ട് തലമുറകളുടെ മേൽ ഇന്ന് രാവിലെ ഒരു ജീവൻ വെളിപ്പെടാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന
എല്ലാരും കൂടെ നാവ് തുറന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച്, യേശുവേ എന്നൊന്ന് വിളിച്ച്. അർമ്മമന ഘടക സത്തുരാധന. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ നാവ് തുറന്ന് ഇന്ന് രാവിലെ ആ നാമത്തെ ഉയർത്തിയ യേശുവിന്റെ ശക്തിയുടെ മഹത്വം നിന്റെ വീട്ടിലേക്ക് വ്യാപരിക്കാൻ പോവാ. അൽമദുനി ഹടകതനക സന്തര. Oh, hallelujah. Ribalabashantirika. മോനെ ഇറങ്ങി വേടാ, നീ ഇറങ്ങി വാ. നിന്റെ കൂടെ ആരാ ഉള്ളേ? മമ്മിയുണ്ട്. ഇവനേതാ? നീ എവിടുന്നാ വരുന്നേ? നീ ഇറങ്ങി വാ. നിന്റെ കൂടെ ആരാ ഉള്ളേ? ഇറങ്ങി വാ. ഇവന്റെ കൂടെ ആരൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ ഇറങ്ങോട്ട്, ഇങ്ങോട്ട് പോരെ. നിങ്ങൾ ആരൊക്കെയാ? ആ ആ ആദ്യമായിട്ട് വന്ന ഇന്ന് രാവിലെ ഇവൻ രക്ഷപ്പെടും. ഇവനെ കൊണ്ട് നീ ഒരുപാട് കരഞ്ഞു. ഇവനിപ്പോ ഒന്നും അല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നേ. നിന്റെ മുൻപിലെല്ലാം പൊട്ടി തകർന്ന് നിൽക്കുകയാണ് മോനെ. കർത്താവിനോട് പറയാം, നീ ഒരു സുവിശേഷകനായിട്ട് മാറും. നിന്റെ മേലെ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാവിലെ ദൈവം കൈമാറാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് സംഭവാനിയ വേദമന ഘടക ജനഘടക ജനക ഹർമ്മമന ഘടക തുരവൽ പ്രവനിയ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന ആധാരം തുറന്ന് ഇന്ന് രാവിലെ ഒന്ന് വിളിച്ച്. നീ പഠിച്ചോ? എവിടം വരെയായി? നീ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ചെറുതിലെ. നിന്റെ അമ്മ ഒരുപാട് കരഞ്ഞന്ന് എന്നെ നോക്കി. അമ്മേ, ഇവന് വേണ്ടി മാറത്തടിച്ച് നീ കരഞ്ഞു. ഇവന്റെ കൊച്ചുപ്രായം മുതൽ ഇവന്റെ അകത്ത് ലഹരി ഇവൻ ഉപയോഗിക്കുമായിരുന്നു. എടാ, എത്രാമത്തെ വയസ്സിലാണ് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി? 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നോട് ദൈവം പറയുക, നീ കറുത്ത പൈന്റിട്ട ബൈബിൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന നിന്റെ അമ്മ നിന്നെ കുറിച്ച് എത്രയും കരഞ്ഞോ അത്രയും നീ അത്ഭുതമായിട്ട് വരാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. പപ്പ എന്ത് എന്നാ പറ്റി? മരിക്കേണ്ടിട്ട് മരിച്ച അല്ല. നീ അന്ന പെട്ടിയുടെ മുമ്പ് ഇരുന്ന് അലറിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, എന്നെ ഭർത്താവ് മരിച്ചുപോയി, എന്നെ കൊച്ചിനെ വളർത്താൻ എനിക്ക് നിവർത്തിയില്ല. ദൈവം എന്നോട് പറയാ, നിന്റെ കൊച്ചിനെ ദൈവം രാജ്യത്തിനപ്പുറത്തയക്കും കേട്ടോ. അവൻ സുവിശേഷകനാകും, അവൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും. എല്ലാരും കൂടെ കരമടിച്ച യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് നമ്മളെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നിന്റെ വീട് അറിയാവുന്ന, നിന്റെ ചരിത്രം അറിയാവുന്ന നിങ്ങൾ എത്ര പിള്ളേരാ? മക്കളാ? വേറെ ആരൊക്കെയാ? എന്തിയാ കെട്ടിച്ചു? അതെ, അതിനകത്തൊരു പ്രശ്നമുണ്ട്, അത് പറയാൻ വരുവാ ഞാൻ. എടാ മക്കളെ, ഇനി ലഹരി നമ്മൾ ഉപയോഗിക്കത്തില്ല. നീ നിനക്ക് ഇൻസ്ട്രുമെന്റ് പ്ലേ അറിയാമോ? നീ പഠിച്ചോണം. നീ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യും. നീ യേശുവിനെ ഉയർത്തും. നീ യേശുവിൻ്റെ സാക്ഷിയാവും. അത് പരിശുദ്ധാത്മാവിനോട് പറയുക. നിനക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുത്താൻ ഒരു പോരാട്ടം ഉണ്ട്. ഇന്ന് രാവിലെ അത് പൊട്ടിപ്പോവും. നിനക്ക് ദൈവം ഒരു സൗഖ്യം കൂടെ തരും. ഇന്ന് നീ പോയി ഇത് സ്ട്രൈറ്റ് ചെയ്താന്നോ? നീ ഇന്ന് പോയിട്ട് തലമുടിയൊക്കെ വെട്ടിയേക്കണം. വെട്ടുമല്ലോ? വെട്ടും. നിന്റെ പേര് പറ. ഏബല്. അമ്മേ, ഏബലിനെ കൊണ്ട് 10 ആരാധനയ്ക്ക് വരണം. ഇവനെ എനിക്ക് തന്നേക്കണം. ഞാനിവനെ രക്ഷപ്പെടുത്തി ഒരു സുവിശേഷകനായിട്ട് അമ്മയുടെ കൈ തരും. ഞാൻ ഒരു വെളിപ്പാടും കൂടെ കാണും. മോനെ, നിന്റെ പേരെന്തുവാടാ? സാനു.
നമ്മുടെ അനിയത്തിയുടെ മോന് അല്ലയോ? ആ അനിയത്തി എന്ത് ചെയ്യേ? ആ ഇവൻ്റെ അപ്പൻ എന്ത് ചെയ്യേ? ഇട്ടിട്ട് പോയതാ. എത്ര വർഷമാടാ ഇട്ടിട്ട് പോയിട്ട്? നിന്റെ കുഞ്ഞിലെ നിന്റെ അപ്പൻ ഇട്ടിട്ട് പോയാ. നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. നിന്നെ വളർത്താൻ ഇപ്പോഴും അവർ കഷ്ടപ്പെടുക. എന്നോട് ദൈവം പറയുക, കുവൈറ്റിൽ അവിടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്ന് എല്ലാരും കൂടെ ഒന്ന് വിളിച്ച ദൈവത്തെ ഇന്ന് രാവിലെ ഒന്ന് മഹത്വപ്പെടുത്തി. മക്കളെ, നീ നിന്ന് കറങ്ങുന്നു നിന്റെ വീട്. എടാ, നിനക്ക് അപ്പനുണ്ട്, പക്ഷെ നിന്റെ കൂടില്ല, നിന്റെ അമ്മയുടെയും കൂടില്ല. എത്രാമത്തെ വയസ്സിലാ നീ അപ്പൻ നിന്നെ ഇട്ടിട്ട് പോയത് ഓർമ്മയുള്ളത്? 1ാം ക്ലാസ് 5 വയസ്സുള്ളപ്പോൾ. മക്കളെ, യേശു അപ്പനായിട്ട് നിന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്നേഹം നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം പറയുക, നിന്റെ കറക്കം ഇന്ന് നിൽക്കും. ദൈവം അത് പൊട്ടിക്കും. നിനക്ക് മാന്യമായൊരു വീട് ദൈവം തരും. നിന്റെ സ്ഥിതിഗതികളെയൊക്കെ ദൈവം മാറ്റും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീയും ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗവാക്കായിട്ട് മാറും. ഒരു വാക്കും കൂടെ ഞാൻ പറയുക, അമ്മ എന്നെ കേട്ടോണം. അമ്മയ്ക്ക് 3 പിള്ളേരാ അല്ലയോ? 2 പെണ്ണും 1 ആണും. അമ്മയുടെ 2 പെൺപിള്ളാരെയും അമ്മ കെട്ടിച്ചു. പക്ഷെ 2 പെൺപിള്ളാർക്കും മക്കളില്ല. മൂത്ത കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 11 വർഷമായി. രണ്ടാമത്തെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. 2 പിള്ളേർക്കും തലമുറയില്ല. നിന്റെ വീടിനകത്ത് അനന്തരാവകാശികൾ ഉണ്ടാകാതിരിക്കാൻ 4-ാം വേദത്തോട് ബന്ധപ്പെട്ടൊരു കെട്ടുണ്ട്. ഇന്ന് രാവിലെ ദൈവം അത് പൊട്ടിക്കാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്. 2 മക്കൾക്കും പിള്ളാരില്ല. ദൈവം 2 മക്കൾക്കും തലമുറയെ കൊടുക്കാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ എല്ലാ നാവുകളും ഒന്ന് ചലിപ്പിച്ച് ആ തരം തുറന്നു വെച്ച് ഇന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് ഉയർത്തിയേ. ഇന്ന് രാവിലെ നിന്നെ അറിയാവുന്ന, നിന്റെ വീട് അറിയാവുന്ന, നിന്റെ സ്ഥിതി അറിയാവുന്ന, നിന്റെ കൂടെ ആരാ ഉള്ളേ? നിന്റെ കൂടെ ആരുണ്ട്? അമ്മയുണ്ട്, ഇറങ്ങി വാ. ഒരു കൊച്ചുണ്ട്. നിനക്ക് എത്ര പിള്ള? നീ എവിടാ ജോലി ചെയ്യുന്നത്? കുവൈറ്റ്. നിങ്ങൾ എത്ര പേരാ സഹോദരങ്ങൾ? ആളെവിടാ? നിന്റെ വീട്ടിൽ അപ്പടി പ്രശ്ന. നീ ഇതെല്ലാം കണ്ടിങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നു. ശരിക്കും നിന്നെ വിളിക്കുമെന്ന് നീ പേടിച്ചായിരുന്നേ. നിന്നോട് ഞാൻ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പറയും കാര്യങ്ങളെല്ലാം. നിന്റെ ഭർത്താവ് എന്തി? എത്ര വർഷമായി? ഇത് മോളാ അല്ലയോ? ഇങ്ങോട്ട് ഇറങ്ങി വാ മോള്. വേറെ ആരാ ഉള്ളേ? അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ അമ്മ ഇന്ന് സൗഖ്യമാവും കേട്ടോ. അമ്മയ്ക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഇല്ലയോ? ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഇന്ന് രാവിലെ യേശു സൗഖ്യമാക്കാൻ പോവാ കേട്ടോ. സ്കാൻ റിപ്പോർട്ടിന് തെളിയാത്തത് ഇന്ന് രാവിലെ യേശുവിൻ്റെ കരം ഈ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ പോവാ. എല്ലാവരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ കരമൊന്നടിച്ച് യേശുവിനെ ഒന്ന് വിളിച്ച് ഇന്ന് രാവിലെ അവൻ്റെ അത്ഭുതത്തിൻ്റെ കരം, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ പവർ ഇതിനകത്ത് വ്യാപരിച്ച് ഉയരാൻ വേണ്ടി പോകുകയാ. എല്ലാ നാവുകളും ഒന്ന് ഉയർത്തി യേശുവിൻ്റെ നാമത്തെ എല്ലാവരും കൂടെ ഇന്ന് രാവിലെ ഒന്ന് ആദരം തുറന്ന് എല്ലാവരും ഒന്ന് വിളിച്ച് റിമനഘടകസിയ. മോളെ, നിന്റെ പേര് പറ. ആനി. അച്ഛൻ പോയിട്ട് എത്ര വർഷമായി? 15 വർഷമായി. നിനക്ക് എത്ര വയസ്സുണ്ട്? നിന്റെ കുഞ്ഞിലെ അച്ഛൻ പോയതാ. നീ ഒത്തിരി കഷ്ടപ്പെട്ടു. നിനക്ക് കുഞ്ഞുള്ളോണ്ടാ ജീവിച്ചേ, അല്ല നീ ആത്മഹത്യ ചെയ്തേനെ. നീ പല ആവർത്തികൾ മരിക്കുമെന്ന് പറഞ്ഞ നിനക്കും എനിക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. നീ ആരാധന കഴിഞ്ഞ് എന്നെ ഒന്ന് കാണണം. നിന്നോടൊരു കാര്യം പറയാൻ ഇന്ന് രാവിലെ ഞാൻ നിന്നോട് പറയുക, നിനക്ക് ദൈവം ഒരു വീട് തരും. നിന്റെ സ്ഥിതിഗതികൾ മാറും. നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ ദേശത്ത് മാനിക്കപ്പെടുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ വീട്ടിലുണ്ടാകും. അനേകരുടെ മുമ്പിൽ നീ ഒരു ദൈവത്തിൻ്റെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ
കഴിയുമെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിച്ച് എല്ലാവരും കൂടെ ആധരമൊന്ന് തുറന്ന് താഴോട്ടിട്ടോ യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് റീമാനഗടക എല്ലാരും കൂടെ കരമടിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് മോളെ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി എല്ലാരും കൂടെ ആദര തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. ഇവരുടെ കുടുംബത്തെ കെട്ടിയ ഒരു കെട്ടുണ്ട് കേട്ടോ, അതിന്ന് രാവിലെ പൊട്ടിപ്പോ. ഈ മോളെ കുറിച്ച് എനിക്കൊരു ദൂത് പറയാം. നിങ്ങളുടെ അകത്ത് കൈവശം നിന്നിട്ടുണ്ട് കേട്ടോ. അടിയന്തരമായിട്ട് ഈ ഞായറാഴ്ച 12 ആരാധനയ്ക്ക് പോരണം കേട്ടോ. ഇവിടെയുള്ള ടൈറ്റസ് പാസ്റ്ററെ ഇവിടെയൊക്കെ നമ്പർ വാങ്ങിച്ച് ഇവരെ അങ്ങ് കൊണ്ടുവരണം. വണ്ടിക്കൂലിക്ക് കാശിൽ കൊടുത്തു കൊണ്ടുവരണം. ഈ പറഞ്ഞവരെല്ലാം നിന്റെ മോൾ അനുഗ്രഹിക്കപ്പെടും. മക്കളെ, നീ എന്തിനാ പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നീ ഒരു കോഴ്സിന് പോവും, നീ രക്ഷപ്പെടും, നീ രാജ്യങ്ങൾ കടന്ന് യാത്ര ചെയ്യും. നിന്റെ അമ്മയുടെ അവസ്ഥ നിനക്ക് വരത്തില്ല. ഇന്ന് രാവിലെ ദൈവം നിന്നെ ഉയർത്താൻ പോവാ. എല്ലാവരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ. ദയവായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ കരങ്ങളിൽ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് നിങ്ങൾ എടുത്തു വെച്ചാട്ടെ. നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ഓഫറിംഗ് അർപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ 2024 പ്രാരംഭ സമയം വരെ ദൈവം നമ്മെ കൊണ്ടുവന്നു. ഈ ദിവസം വരെ കാണാൻ ദൈവം നമുക്ക് കൃപ തന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ കൂടാരത്തിന്മേൽ ചലിച്ചു. ഇന്ന് വരെ ദൈവം നമ്മെ ജയത്തോടെ, അത്ഭുതത്തോടെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ ഒക്കെ, ദൈവത്തിൻ്റെ കാരുണ്യത്തോടെ ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളും അത്ഭുതങ്ങളും ഒക്കെ ഇന്ന് രാവിലെ വ്യാപരിച്ചു. എല്ലാ കണ്ണുകളും ഒന്നടച്ച്, എല്ലാ ദൈവത്തിൻ്റെ മക്കളും നിങ്ങളുടെ കരങ്ങളിൽ ആ ഓഫറിംഗ് ഒന്ന് എടുത്ത് വെച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒന്നടച്ച്, എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥനയോടെ ഇരുന്ന്, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ രാവിലെ യേശുവിൻ്റെ നാമത്തിൽ അവർ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാൻ എടുത്തു വെച്ച നന്മകളെ 10,000 മടങ്ങ് പ്രതിഫലമാക്കി ദൈവം കൊടുത്ത് അവരെ ആദരിച്ച് ദൈവം അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. സർവ്വ നന്മകൾ കൊണ്ട്, സർവ്വ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ഈ സമയത്ത് കൊയർ പാട്ട് പാടും നിങ്ങൾക്ക് ഓഫറിംഗ് അർപ്പിക്കാം. കൽവാരി മാമലയോളം കൊടും കോര കാഴ്ച കണ്ടേ
നീപ്പൻ യേശുവതോ എന്ത് നീർപ്പറേശുവതോ കൽവാരി മാമലയോളം കൊടുക്കോര കാഴ്ച കണ്ടേ കണ്ണിനീവലിന്തിടവേ എന്ത് നീപ്പൻ യേശുവതോ എന്ത് നീപ്പൻ യേശുവതോ. ജെറുസലേമിൻ വീഥികളിൽ രക്തവെള്ളക്കോലമിട് ജെറുസലേമിൻ വീഥികളിൽ രക്തവെള്ളക്കോലമിട് தொலைந்து செய்தவரே திருக்கோல சிந்திவரா தொலைந்து செய்தவரே தொலைந்து செய்தவரே കൽവാരി മാമലയോളം കൊടുങ്കോര കാഴ്ച കണ്ടേ കണ്ണുനീർ വഴിടവേ എന്ത് നീപ്പൻ യേശുവതോ എന്ത് നീപ്പൻ യേശുവതോ. പ്രിയരെ, ഫീഡ്ബാക്ക് ഈ രാവിലെ ഒത്തിരി ദൈവത്തിൻ്റെ ശക്തി കാണാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഞാൻ ആ മോനോടൊക്കെ ദൂത് പറഞ്ഞപ്പം എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു ശക്തി ഇറങ്ങി വരുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആ സഹോദരി, കുവൈറ്റിൽ നിന്ന് വന്ന ആ സഹോദരിയെ കുടുംബത്തെയൊക്കെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. എന്നിലും ദൈവം നമ്മുടെ നടുവിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്ത് ഇറങ്ങി വന്നു. ദൈവം, ഞാൻ പറഞ്ഞു, ഇവർ വിടുവിക്കപ്പെടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ആ ചേച്ചിയുടെ പേരെന്തോ, ആദ്യം ഞാൻ ദൂത് പറഞ്ഞ ചേച്ചിയുടെ പേരെന്തോ, ശ്രീദേവി. ശ്രീദേവി ചേച്ചി, ഉറപ്പിച്ച് ഞാൻ പറയുക, ചേച്ചി ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം ഈ അത്ഭുതം കണ്ടിരിക്കും. ആ കേസ് മാറിയിരിക്കും. ആ വിഷയത്തിനകത്തൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇറങ്ങി വന്നത് നമ്മളൊക്കെ കണ്ണുദൃഷ്ടി കൊണ്ട് കാണാൻ തുടങ്ങുക. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാവിലെ ഉണ്ട്. ഒന്ന് കരമടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് ഇവിടെ ആദ്യമായി വന്ന ആളുകൾ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആദ്യമായിട്ട് വന്നവർ, അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ കൈവശം ഒരു ബ്രോഷർ കിട്ടും. അതിനകത്ത് ഒരു വൈറ്റ് കാർഡുണ്ട്. ആ വൈറ്റ് കാർഡ് നിങ്ങൾ ആരാധനയ്ക്ക് ശേഷം പൂരിപ്പിച്ച് തിരിച്ചു നൽകണമെന്ന് ഏറെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഏറ്റവും പുറകെ നിൽക്കുന്ന കണ്ണാടി വെച്ച ഒരു മോളുണ്ട്, ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരാൾ. മോളെ, നീ ഫ്രണ്ടിലോട്ട് വാ. കൂടെ ആര് വന്നിട്ടുണ്ട്? കൂടെ ആരുണ്ട്? ഇവിടെ അമ്മ ആരാണോ വന്നാട്ടോ? അവിടെ അമ്മ. നീ എന്നാ ഇപ്പൊ ചെയ്യുന്നത്? കല്യാണം കഴിച്ചു? മക്കൾ അമ്മ ഒത്തിരി കരയുവാ ഇവളെ കുറിച്ച്. ഇവള് അത്ഭുതം. നിനക്ക് വിശ്വാസമുണ്ടോ? എന്നോട് യേശു
ഞാനേ പ്രവചനമൊക്കെ നിർത്തി അങ്ങ് പോയതാ. കർത്താവിനോട് പറഞ്ഞ പുറകിൽ കണ്ണാടി വെച്ച മോളെ വിളിക്കണം, അവള് ഡോക്ടറാന്നാ യേശുവിനോട് പറഞ്ഞേ. നീ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. നിന്റെ ഒക്കത്ത് ദൈവം നിനക്കൊരു തലമുറയെ തരും. നിന്റെ അമ്മ ഒരുപാട് കരയുവാ, നിനക്കൊരു തലമുറ ഉണ്ടാവത്തില്ലേ? നിന്റെ ഒക്കത്തൊരു തലമുറ ഉണ്ടാവും. നീ ദുബൈയിലോട്ട് പോവാ ഇപ്പം, പക്ഷെ ദുബൈയിലല്ല നീ നിൽക്കാൻ പോന്നേ. അവിടുന്ന് മറ്റൊരു രാജ്യം വരെ നീ പോകും. ഒരു മഞ്ഞു പൊടിയുന്ന രാഷ്ട്രത്തെത്തുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേൽ ഉണ്ടാകാൻ പോവാ. എല്ലാവരും കൂടെ ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ കരമൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാരുണ്യവും അത്ഭുതങ്ങളും ഒക്കെ ഇന്ന് രാവിലെ വ്യാപരിക്കാൻ പോവാ. എല്ലാവരും കൂടെ ആദരമൊന്ന് തുറന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്താൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയേ. അധികാരത്തോടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ നാമത്തെ ഒന്ന് ഉയർത്തിയേ. ദൈവത്തിന്റെ ശക്തിയും രാവിലെ വ്യാപരിക്കുക. സന്തരാധന ഈ വീടിനകത്തൊരു ദൈവത്തിന്റെ പവർ ഇറങ്ങി വരിക. ഞാനേ അമ്മേ ഈ കൊച്ചിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ യേശുവിനോട് പറഞ്ഞ അങ്ങനാ. നിങ്ങൾക്ക് വീടുണ്ടായിരുന്നു, വീട് എത്ര നാളെ വീട് പോയിട്ട്? പോയ വീടിനേക്കാൾ ശ്രേഷ്ഠമായൊരു വീട് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ എവിടെ വെച്ചൊക്കെ താഴ്ന്നു പോയോ അവിടെ വെച്ചെല്ലാം ദൈവം നിങ്ങളെ മാനിക്കാൻ പോവാ. അതിനു വേണ്ടിയുള്ള തുടക്കങ്ങളെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പോവാ. എല്ലാവരും കൂടെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ കരമൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ആവശ്യക്കാരനെ തൊടുന്ന ഒരു ദൈവത്തിന്റെ കരമിനകത്തുണ്ട്. ആവശ്യക്കാരന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ പവറിനകത്തുണ്ട്. അൽമമനഘടക സന്തുരാധന, അൽമമനഘടക സന്തുരാധന. നിന്റെ പേരെന്നോട് പറ, നിന്റെ പേര് പറ. രേഷ്മ. രേഷ്മേ, ഞാൻ നിന്നോട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിന്റെ ജോലി കൊണ്ട് ദൈവം നിന്നെ ആദരിക്കും. നിന്റെ വീടിനെയും സപ്പോർട്ട് ചെയ്യത്തക്ക പോലെ ഒരു ദൈവകരുതൽ ഉണ്ടാകും. നിനക്ക് കുഞ്ഞിനെ കിട്ടുമ്പോൾ നിശ്ചയമായി കുഞ്ഞിനെ കൊണ്ട് എലോഹിമി സാക്ഷ്യം വരണം. ഏത് രാജ്യത്താണേലും വീട് കിട്ടുമ്പം സാക്ഷ്യം പറയാൻ വരണം. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. പണ്ട് ഞങ്ങൾ പള്ളി വലം വെച്ച പോലെ ഞാൻ ഈ വലം വെക്കുന്നേ. കൈപൊക്കി ഒരു സ്തോത്രം പറഞ്ഞേര്. കുരിശ് പിടിക്കാൻ അച്ഛനുണ്ടെന്ന് പറഞ്ഞല്ലോ, മൈക്ക് പിടിക്കാൻ സുരേഷ് പാസ്റ്ററും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പൊന്നച്ഛ ഒന്ന് കൈപൊക്കി സ്തോത്രം പറഞ്ഞ് ഇരുന്ന്. ഓക്കെ, നിങ്ങൾക്ക് ബ്രോഷർ കിട്ടിയോ? പുതിയതായിട്ട് വന്നവർക്ക് ബ്രോഷർ കിട്ടിയോ? കൊടുത്തോ? വോളണ്ടിയേഴ്സ് കിട്ടി? എല്ലാവർക്കും കൊടുത്തോ? ഓക്കെ, ദയവായിട്ട് നിങ്ങളിരുന്ന നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് ഒന്ന് ആരാധിക്കാൻ പോകുക. എല്ലാ ദൈവ മക്കളും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നാട്ട് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പോകുകയാണ്. എല്ലാ ദൈവത്തിൻ്റെ മക്കളും ഒരു നിമിഷം ആ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നേ. എല്ലാ കണ്ണുകളും ഒന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഈ രാവിലെ ഒന്നടച്ച് ദൈവത്തോട് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. നമുക്ക് വേണ്ടി ചലിക്കുന്നൊരു ദൈവത്തിൻ്റെ പവറുണ്ട്. ഇന്ന് രാവിലെ ആ മഹത്വവും ആ ദൈവത്തിൻ്റെ ശക്തിയുമൊക്കെ നമ്മുടെ മീതെ വ്യാപരിക്കേണ്ടതിന് നാം ഒരുമിച്ച് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. കരമടിച്ച് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കരങ്ങളും അടിച്ച് പൂർണ്ണബലത്തോടെ ഹല്ലേലൂയ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ
പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമ രക്ഷയായി, യേശുവിൻ നാമ ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമ രക്ഷയായി, യേശുവിൻ നാമ ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തശുദ്ധിക്കാൻ, യേശുവിൻ രക്തസൗഖ്യവാൻ, യേശുവിൻ രക്തകഴുകലാൻ, യേശു എന്നെ വീണ്ടെടുത്തു. ഓ യേശുവിൻ രക്തശുദ്ധിക്കാൻ, യേശുവിൻ രക്തസൗഖ്യവാൻ, യേശുവിൻ രക്തകഴുകലാൻ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, ഓ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. സർവശക്തനായവനെ. ഓ നമ്മൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിതമാർന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വിടുതലിന്റെ ശുശ്രൂഷ മാവേലിക്കരയുടെ മണ്ണിൽ കർത്താവ് നമുക്ക് ഒരുമിച്ച് തന്നല്ലോ. അതിശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ അഭിഷക്തനെ കർത്താവ് നമ്മുടെ നടുവിൽ ഉപയോഗിച്ചു. സാഹചര്യങ്ങളെയും പരിധികളെയും ഒക്കെ മറികടന്നുകൊണ്ട് ഉയരത്തിലെ സ്വർഗം തുറന്നുകൊണ്ട് ആകാശമണ്ഡലം കീറി മുറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് അഭിഷക്തനിലൂടെ ചെയ്തെടുത്ത ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ ജീവിതങ്ങൾക്കകത്ത് അസാധാരണമായ വിടുതലുകളെ കർത്താവ് ചെയ്യുവാനിടയായി. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലുകളെ ആമേ സ്തോത്രം ഇനി ഭയപ്പെടുകയില്ല. നാം നിൽക്കുമ്പോൾ തന്നത് വഴി മാറുന്ന തലത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കകത്ത് കർത്താവ് അത് ചെയ്യും.